മുഹമ്മദ് എന്ന ആളുടെ ബശരീയത്ത് ഒരു പരീക്ഷണമാണ്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്ത ഒരാൾ പോയാൽ അയാൾക്ക് ഈമാൻ ലഭിക്കുകയില്ല. ഈമാൻ ഒരു ദൗഖാണ്, ഈമാൻ ഒരു രുചിയാണ്. ഒന്നുകൂടി ആ പദം ആവർത്തിക്കുന്നു. റബീഉൽ മുഹമ്മദിയ എന്ന ഒരു പ്രഭാഷണം ഞാൻ ഈ റബീഉൽ അവ്വൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ അവസാനത്തെ റബീഉൽ അവ്വലിലെ അവസാനത്തെ ഈ വെള്ളിയാഴ്ചയിൽ നടത്തുന്നത്. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിൻ്റെ ഖലീഫയാണ് മുഹമ്മദ്. അപ്പോൾ ആ ആളെപ്പറ്റി പറയുന്നതെല്ലാം അള്ളാഹുവിൻ്റെ വൽപ്പത്തരമാണ്. ആ ആളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ വലിയ ദുരന്തമായ അപകടം, വലിയ ദുരന്തം, വലിയ വിഡ്ഢിത്തരം മുസ്ലിം ലോകത്തിന് മുഴുവനും സംഭവിച്ചു പോയി. ആ ആളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ, മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. അതിൽ സുന്നികളും പെട്ടു. ആധുനിക സുന്നികൾ, 20-ാം നൂറ്റാണ്ടിലെ ഏറിയ കൂറും സുന്നികൾ, 21-ാം നൂറ്റാണ്ടിലെ 99% സുന്നികളും മുഹമ്മദിയത്തിനെ മനസ്സിലാക്കുന്നതിൽ വന്ന അപകടമാണ് അവരുടെ എല്ലാ ദുരന്തത്തിൻ്റെയും അടിസ്ഥാന കാരണം. ഇനി മുഹമ്മദിയത്തിൽ നിന്ന് ഒരു നബാത്ത് ഉണ്ടാവും. ആ നബാത്ത് മുസ്ലിം ലോകത്തെ നിഷ്പ്രയാസം രക്ഷപ്പെടുത്തും. ആ ആൾ മുഹമ്മദിയത്തിൻ്റെ നബാത്താണ്. അതിൽ നിന്നൊരു ചെടി മുളക്കും. മുഹമ്മദിയത്തിൽ നിന്ന് മുളച്ച ഒരു ചെടി ഇനി മുസ്ലിം ലോകത്തെ ആയുധമില്ലാതെ രക്ഷപ്പെടുത്തും. ലോകത്തെ ഏറ്റവും ആയുധക്കൂമ്പാരങ്ങൾ കൈവശം വെക്കുന്ന ഒരു രാജ്യത്തെ ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച അവരുടെ ശത്രു രാജ്യം അടിച്ചു. ആയുധക്കൂമ്പാരം നോക്കിയാൽ ആ അറബ് രാജ്യത്തിൻ്റെ കയ്യിലുള്ള ആയുധത്തിൻ്റെ അത്ര അവരെ അടിച്ച ആ ശക്തിയുടെ കയ്യിലില്ല. അത്രയും ആയുധം അവർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. എന്നാൽ അവർക്കൊരായുധം ഇല്ലാതെ പോയി, അത് മുഹമ്മദ്. ആ ആയുധമില്ലാതെ പോയതിൽ നമ്മൾ ഉറക്കെ അഭിമാനിക്കേണ്ട. സുന്നികളെന്ന് പറയുന്ന നമ്മൾക്കും അത് നഷ്ടപ്പെട്ടു പോയി. എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയി. സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. രാജാക്കന്മാർ ചരിത്രം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാണ് ലിയോ ടോൾസ്റ്റോയ് തൻ്റെ വാർ ആൻഡ് പീസ് എന്ന ഗ്രന്ഥം ആരംഭിക്കുന്നത്. എപ്പോഴും രാജാക്കന്മാർക്ക് ചരിത്രം എഴുതാനും തിരുത്താനും കഴിയൂ, സാധാരണക്കാർക്ക് കഴിയില്ല. സാധാരണക്കാർ എന്ന് പറയുന്നത് എപ്പോഴും നേതാക്കളുടെ നിഴലുകൾ മാത്രമാണ്. പിഴച്ചു പോയത് നേതാക്കൾക്കാണ്. അവർക്ക് മുഹമ്മദ് എന്ന ആളെ മനസ്സിലാക്കാൻ പിഴച്ചു. മുഹമ്മദ് എന്ന ആൾ വഫാത്തായതിനു ശേഷം നടന്ന ഏറ്റവും ഭയാനകമായ സംഭവം മുഹമ്മദ് എന്ന ആൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം മുസ്ലിം ലോകം അഭിമുഖീകരിച്ച ഏറ്റവും ഭയാനകമായ സംഭവം എന്ന് പറയുന്നത് അത് സത്യത്തിൽ യമാമ യുദ്ധമാണ്. ആ യമാമ യുദ്ധത്തിൽ ഇന്നത്തെ റിയാദിലാണ് ആ സംഭവം നടക്കുന്നത്. അന്ന് അവരുടെ ഷിആർ എന്തായിരുന്നു? വകാന ഷിആറുഹും യൗമഇദിൻ വാ മുഹമ്മദ എന്ന് എഴുതാത്ത ചരിത്ര രേഖകൾ ഇല്ല. അന്ന് മുസ്ലിങ്ങൾ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞയച്ച സംഘം, അതിൻ്റെ നേതാവ് സയ്യിദുനാ ഖാലിദ റളിയല്ലാഹു. ആ ഖാലിദ് അടക്കമുള്ള റളിയല്ലാഹു അൻഹു എല്ലാവരും വളരെ ഇൻ്റലിജൻ്റായി ശ്രദ്ധിച്ചിരിക്കണം. ഈ മജ്ലിസിൽ കയറിയിരിക്കും, അതുപോലെ ശ്രദ്ധിച്ചിരിക്കണം. ഇതിൽ കുരുത്തക്കേട് സംഭവിച്ചാൽ കുരുത്തക്കേട് സംഭവിക്കും. ഇതിൽ ഈ കാണുന്ന ആളുകളൊന്നുമല്ല, ഇതിനപ്പുറം ലക്ഷോപലക്ഷം ആളുകൾ ഇവിടെ കാണാത്തവരുണ്ടായിരിക്കും. ഇത് കാണുന്നതല്ല, ഇത് കാണുന്നതാണെന്ന് വിശ്വസിച്ചവൻ വിഡ്ഢിയാണ്. ഇത് കാണുന്ന സദസ്സല്ല, കാണാത്തൊരു സദസ്സുണ്ട് ഇതിൽ. അവർ ലോകം കണ്ട ആരിഫീങ്ങളായ മാത്തുക്കളാണ്. അവർ വെള്ളിയാഴ്ച രാവിലെ പതിവായി ഇവിടെ വരുന്നതാണ്. അവർ നിങ്ങളെ ഇടവും വലവും ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കാതെ ഇരിക്കരുത്, കുരുത്തക്കേട് സംഭവിക്കും. വളരെ ചിന്തിക്കണം. ഇത് അന്തമുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അഹങ്കാരം പറയാമെന്ന് വിചാരിക്കരുത്.
അപ്പോൾ വളരെ നമ്മൾ ചിന്തിക്കണം എന്താണ് സംഭവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അക്ബരിയത്തിനെ നമ്മൾ നഷ്ടപ്പെടുത്തി. അള്ളാഹിൻ്റെ വലിപ്പത്തരം, അവൻ അക്ബറാണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ ഉള്ളിൽ നമ്മൾ വിശ്വസിച്ചില്ല. എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? അല്ലാഹുവിൻ്റെ അക്ബരിയത്തിന് ഒരു മൽഹർ ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 4 വട്ടം പറയും തുടക്കത്തിൽ, പിന്നെ ഒടുക്കത്തിൽ 2 വട്ടം, പിന്നെ അങ്ങനെ തന്നെ ഇഖാമത്തിന്. ചിന്തിക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അതിലോട്ട് പറയും. പിന്നെ ബാങ്ക് അവസാനിക്കുമ്പോൾ വീണ്ടും കലിമത്തിൻ്റെ മുന്നിൽ വീണ്ടും പറയും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ബാങ്കിൽ 6 വട്ടം പറയും, ഇഖാമത്തിൽ 4 വട്ടം പറയും. അപ്പോൾ തിൽക അശറത്തുൻ കാമില 10 വട്ടം പറയും. അള്ളാഹുവിൻ്റെ അക്ബരിയത്ത്. പക്ഷെ ആ അക്ബരിയത്തിനൊരു മൽഹർ ഇവിടെ വന്നിട്ടുണ്ട്. അത് വെളിവായ ഒരു മണ്ഡലം. അത് മനസ്സിലാക്കുന്നിടത്ത് ദുരന്തം സംഭവിച്ചു മുസ്ലിമീങ്ങൾക്ക്. പണ്ട് മുസ്ലിങ്ങൾ അങ്ങനെയല്ല. പണ്ട് മുസ്ലിമീങ്ങൾക്ക് അതുണ്ട്. അതുകൊണ്ട് ഒരു ശക്തിക്കും അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്നും ചെയ്യാൻ കഴിഞ്ഞേയില്ല. ചിന്തിക്കും. ഇവിടെ കുട്ടിച്ചോറാക്കി ഇവിടുത്തെ മുതൽ കട്ടുകൊണ്ടുപോകാൻ വേണ്ടി വന്നത് ലോകത്തെ ഏറ്റവും വലിയ പാരഡൈസാണ് അന്ന് മലബാർ. ആ മലബാറിൽ സന്തോഷത്തോടെയും സമാധാനം ഒരു ദിവസം ജീവിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അതേ അവർ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും ഗോവ ഭരിച്ചു. എന്തുകൊണ്ട്? എന്താ കാരണം? ഇവിടെ അവർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഇവിടെ മുഹമ്മദിയത്തുള്ള ആൺകുട്ടികളുണ്ടായിരുന്നു. ചില്ലറക്കാലം കൊണ്ട് അവർ പറഞ്ഞുപോയി. അവരെത്ര അക്രമികളും തമ്മാടികളും മനുഷ്യ ചരിത്രത്തിലുണ്ടാവില്ല. ഒരു നൂറ്റാണ്ട് പിടിച്ചെടുക്കാൻ അവർ കഴിഞ്ഞില്ല. പറഞ്ഞുപോയി അവര്. എന്തുകൊണ്ട്? ഇവിടെ മുഹമ്മദിയത്തുള്ള ആൺകുട്ടികൾ. അതേ അവർ 4 നൂറ്റാണ്ടിലേറെ ഗോവ ഭരിച്ചു. അവസാനം നെഹ്റു യുദ്ധം പ്രഖ്യാപിക്കേണ്ടി വന്നു. നെഹ്റു യുദ്ധം പ്രഖ്യാപിച്ചു പോർച്ചുഗീസിനോട്. ഗോവ വിട്ടുകൊടുക്കാത്ത എന്തിനു ശേഷം? 947 ശേഷം. ചരിത്രം പഠിക്ക് വീഢിയായി നടക്കൽ. തലയിൽ ഒരു തിരികെ വെച്ച് കെട്ടി നടന്നാൽ പോരാ, അന്തം വേണം മനുഷ്യൻ. എന്താണ് മലബാറിൻ്റെ പ്രത്യേകത? മലബാറിൻ്റെ പ്രത്യേകത മുഹമ്മദിയത്താണ്. ഇന്നലെ വരെ. ഇന്നത് നഷ്ടപ്പെട്ടു. ഇന്നത് മലബാറിൽ ഇല്ല. സാധാരണക്കാരായ ജനങ്ങളെ കയ്യിൽ പണ്ടുള്ള സാധാരണക്കാരൻ്റെ ഒരു 10% ഉണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമല്ല. തലയെ കെട്ടിയും തൊപ്പിട്ടും നടക്കുന്നവരുടെ കയ്യിൽ 1% ഇല്ല. എന്ത് മുഹമ്മദിയത്ത്? മുഹമ്മദിയത്ത് എന്നാൽ എന്താണോ? അത് അക്ബരിയത്തിൻ്റെ മൽഹറാണ്. അല്ലാഹു അക്ബർ പറഞ്ഞാൽ പോരല്ലോ, പറഞ്ഞാൽ മതി. അല്ലാഹു അക്ബർ പറഞ്ഞാൽ മതി. എനിക്ക് 100 ആളെ കൊല്ലാൻ കഴിയും എന്ന് പറഞ്ഞൊരാൾ എന്നും വിളിച്ചത്. 100 ആളെ കൊല്ലാൻ കഴിയും, 100 ആളെ കൊല്ലാൻ കഴിയും, 100 ആളെ തള്ളിയിടാൻ കഴിയും, 100 ആളെ അടിച്ചള്ളിയിടാൻ കഴിയും. അപ്പോൾ ഒരാൾ ചോദിക്കുമല്ലോ, എന്നിട്ട് എവിടെ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മതി. ഈ ദുനിയാവാണോ അള്ളാഹുവിൻ്റെ അക്ബരിയത്തിന് മൽഹർ? വിഡ്ഢിയായ തലയെക്കെട്ടുകാര. അതെങ്ങനെയാടാ ഈ ദുനിയാവ് അള്ളാഹുവിൻ്റെ അക്ബരിയത്തിന് മൽഹറാകുക? എന്തുകൊണ്ട്? ഖലീൽ എങ്ങനെ അക്ബരിയത്തിന് മൽഹറാവുക? ഈ ആകാശവും ഭൂമിയും അടക്കുന്ന പ്രപഞ്ചം അള്ളാഹുവിൻ്റെ അക്ബരിയത്തിന് മൽഹറല്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ തിരിലാകാം, അക്ബരിയത്തിന് മൽഹറല്ല. ഫിംഗർ പ്രിന്റ് കിട്ടിയാലും കള്ളൻ വന്നിട്ടുണ്ട് എന്നതിന് തെളിവാകും. പക്ഷെ അത് കള്ളനല്ല. കള്ളൻ വന്നിട്ടുണ്ട് എന്നതിനടയാൻ വാതിൽ പിടിച്ച ഒരു ഫിംഗർ പ്രിന്റാ, അതൊക്കെ. ഈ പ്രപഞ്ചമാകെ ഖലീലായ ഈ പ്രപഞ്ചം, ഇത് ഖലീലാണ്.
ഈ ദുനിയാവിലെല്ലാം കൂടി കൂട്ടിയാലും അള്ളാന്റെ അടുക്കൽ അത് കലീലാണ്. പിന്നെ അങ്ങനെ അത് അവന്റെ അക്ബരിയത്തിന് മൽഹറാവുക? തല കൊടുത്ത് ചിന്തിക്കണം. ഇതിൻ്റെ അഹങ്കാരല്ല, എൻ്റെ റബ്ബ് എനിക്ക് തന്ന തൗഫീഖാണ്. അതിനൊരാളും അസൂയ വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പൊളിഞ്ഞടിയോടും. എൻ്റെ റബ്ബിൻ്റെ വലുപ്പത്തിലാണ് ഞാൻ ഈ പറയുന്നത്. എടാ, അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവാണ് ആകാശവും ഭൂമിയും. അള്ളാഹിൻ്റെ അക്ബരിയത്തിന് തെളിവല്ല. അക്ബരിയത്തിന് തെളിവെന്താ? കുറെ കാലാലും വിളിച്ചറിയുന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തെളിവോടെ? അല്ലാഹുവിന്റെ അക്ബരിയത്തിന് ഒരു മൽഹറാണ്, അത് മുഹമ്മദ്. ഉറപ്പ് പിന്നല്ലേ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സ്വല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അസൂയ വെച്ച് നടന്നോലണ ആർക്കടങ്ങളെ വില. ഈ രോമത്തിൻ്റെ കതിർ റാമത്തുള്ള മേലെ വന്നിരുന്ന ഒരുത്തിനും വില വെക്കൂല. നിങ്ങൾ പറയേ, ഇത് ഈ ഭൂലോകത്തിൻ്റെ മുകളിൽ എൻ്റെ മാത്രം പ്രസംഗമാണ്. ഇതിൻ്റെ റബ്ബിൻ്റെ വലുപ്പത്തരാണ്. ഞാൻ എൻ്റെ റബ്ബിന് വിറ്റതാണ് എൻ്റെ നാവും. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ കഴിഞ്ഞത്. എടാ, ഇജ് എന്നെങ്കിലും കേട്ടോ ഇങ്ങനെ ഒരു വയറ്? ഇതിൻ്റെ റബ്ബാണ് ഈ പറയുന്നത്. അല്ലാഹുവിൻ്റെ ദലീലാണ് ഇതൊക്കെ. അവൻ്റെ അക്ബറിയത്തിൻ്റെ ദലീലല്ല. അവൻ്റെ അക്ബറിയത്തിൻ്റെ ദലീൽ ആകാശമല്ല. എന്തുകൊണ്ട്? ആകാശം കലീലല്ലേ അല്ലേ? ഏതാ സൂറത്ത്? സിനാനെവിടെ? സിനാനെവിടെ? അടുത്ത ആളെടുക്കി. എവിടെ? ഏതാണ് ആയത്ത്? ഏതാണ് സൂറത്ത്? ഖുൽ മതാഉ ദുനിയാ ഖലീൽ. ഏതാ സൂറത്ത്? നോക്ക്. قل متاع الدنيا قليل قل متاع الدنيا قليل والآخرة خير لمن اتقى. എത്ര ആയത്ത് മാത്രം പറഞ്ഞാൽ മതി. എഴുത്ത് അവിടെ ഇരുന്നു. മോനെ നല്ല കുട്ടി. അള്ളാഹു തആല അവർക്കൊക്കെ നാഫിഅ ഇൽമിനൊക്കെ അള്ളാഹു തആല നാഫിഅ ഇൽമിനൊക്കെ ആ ഖുർആൻ താലിയേക്കേറിയവർക്ക് മാത്രമേ തരും. അങ്ങനെ എടുത്തു തരാൻ കഴിയുള്ളൂ. അള്ളാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹിൻ്റെ പൊരുത്തവും ആ ദീനിനെ വെക്കാത്ത പാണ്ഡിത്യവും അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ. ദീനിനെ വെക്കരുത്, ദീനിനെ ഒരാളും വെക്കരുത്. എന്തിനാടാ ഈ ദീനിനെ വെക്കണം? ഖുൽ മതാഉ ദുനിയാ ഖലീൽ. ഈ ഖലീലിന് വേണ്ടി തന്നെ ദീനി വെക്കണം. വളരെ ചിന്തിക്കുക. ആകാശം അള്ളാഹുവിൻ്റെ തെളിവാം, അള്ളാഹിൻ്റെ അക്ബരിയത്തിന് തെളിവല്ല. അത് മതാഉ ഖലീലല്ലേ. ഭൂമി, ഈ ഭൂമി ആകെ ഭൂമി ഓരുണ്ട പോൽ എൻ കയ്യിലെന്നോ. മുഹമ്മദിയത്ത് ഉള്ളിലുള്ള ഒരാൾ പറഞ്ഞതാ, എനിക്കിതൊരു ഷോർട്ട് പുട്ടിൻ്റെ ഉണ്ടെൻ്റെ അത്രയേ ഉള്ളൂ. അങ്ങനെ പറയാൻ കഴിയുമെന്ന്. അതിന് എനക്കെന്താ ഭൂമി തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സംശയം വരുന്നത്. എന്നൊക്കെ ലീസ്റ്റിന്ന് ഞാൻ എന്ന് പെട്ടി കഴിയും. ഞാൻ മനസ്സിലാക്കുന്ന ഇസ്ലാമിൻ്റെ ലിസ്റ്റിൽ ഒന്നുമില്ല. കാരണം മുഹമ്മദിയത്തിൻ്റെ അക്ബരിയത്തിന് മനസ്സിലാക്കാത്തവൻ ഇസ്ലാമിലുണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാമിലുണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അത്രയേ ഉള്ളൂ. ഭൂമി ഓരുണ്ട പോൽ എൻ കയ്യിലെന്നോർ. ഭൂമി ആരൊക്കെയും ഒരു ചുമടെന്നോർ. എനിക്കൊരു ചുവട് വെക്കാൻ മാത്രമേ ഭൂമിയുള്ളൂ എന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ ഖാദർ അത്രയേ ഉള്ളൂ. അബ്ദുൽ ഖാദിർ മശ്ഹൂർ ഇസ്മി വജത്തി മുഹമ്മദുൻ ഐനുൽ കമാലി. ഇത് ബഹുമാനപ്പെട്ടവരുടെ മഖബറയുടെ മരപ്പടിമ എഴുതിച്ചിട്ടുണ്ട്. ഞാനത് പലവട്ടം കണ്ടതാണ്. ഞാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ മഖബറയിൽ പലപ്പോഴും പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2024 പോയിട്ടുണ്ട്.
മക്കബറിൻ്റെ മുകളിൽ ഇങ്ങനെ ഉമ്മരപ്പടി വരും, ഉമ്മരപ്പടിൻ്റെ ചെറിയൊരു ഉമ്മരപ്പടി അത് കിടക്കണം. അവിടെ ഒരു ബ്രൗൺ പെയിൻറ്റിൽ ഒരു വൈറ്റിൽ ഇങ്ങനെ എഴുതിച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ണിൽ എപ്പോഴും കാണുക അബ്ദുൽ ഖാദിറിൽ മശ്ഹൂർ ഇസ്മി വജദ്ദി മുഹമ്മദുൻ ഐനുൽ കമലി. അബ്ദുൽ ഖാദിർ എന്ന് നിങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയ വ്യക്തി ഞാൻ തന്നെയാണ്. പക്ഷെ എൻ്റെ വൽപ്പത്തരം എൻ്റേതല്ല. ഐനുൽ കമാലായ പൂർണ്ണതയുടെ തടിയായ എൻ്റെ വല്യാപ്പാൻ്റെ വൽപ്പത്തരാണ് എൻ്റെ വൽപ്പത്തരം. എൻ്റെ വല്യാപ്പ മുഹമ്മദാണ്. വജദ്ദി മുഹമ്മദുൻ ഐനുൽ കമാലി. ഐനുൽ കമാലാണ്, പൂർണ്ണതയുടെ ഐനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആളെ അക്ബറിന് തെളിയിലാവുള്ളൂ, ആകാശത്തിലാവും മനുഷ്യ. അള്ളാഹു ഉണ്ട് എന്നതിൽ ആകാശം തെളിവാ, അർശ് തെളിവാ, കുർസിയെ തെളിവാ, ഒക്കെ തെളിവാ. അള്ളാഹുവിന്റെ അക്ബരിയത്തിന് തെളിവല്ല. എന്തുകൊണ്ട്? അതൊക്കെ അള്ളാഹ്ക്ക് നിസ്സാര. അതുകൊണ്ടാണ് ഇബ്നു ഹജറിനെ പോലത്തെ പറഞ്ഞത്, എന്ത് പറഞ്ഞത്, എന്ത് അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദ്. ഒരു ചെരുപ്പെടുത്തോണ്ട് ഒരു ചെരുപ്പ്, ഒരു കൂട്ടം ചെരുപ്പ് കൊണ്ട്, ഒരു കൂട്ടം ചെരുപ്പ് കൊണ്ടിടോ, ഏതെങ്കിലും ചെരുപ്പ് എടുക്കടോ. ഇബ്നു ഹജറിനെ പോലത്തെ റഹ്മഹുല്ലാഹ് മഹാന്മാർ പറഞ്ഞതാണ്, എന്ത് അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദ്. അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദ്. ഈ പ്രപഞ്ചമാകെ ഈ കൗന്, അർശും കുർസിയും ആ കിടങ്ങുന്ന ഈ കൗനിൻ്റെ മേൽ മുഹമ്മദിൻ്റെ ചെരുപ്പൊക്കെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്വാലിഹ്യങ്ങൾ അവരെ തലക്ക് മുകളിൽ ആ ചെരുപ്പിൻ്റെ മിസാൽ വെച്ച് നടക്കുന്നത്. ഈ ലോകമാകെ അർശും കുർസിയും അടക്കമുള്ള എല്ലാമാകെ മുഹമ്മദിൻ്റെ ചെരുപ്പ് വെക്കാനേ ഉള്ളൂ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദ്. യാ സുബ്ഹാൻ. അപ്പോ ഇതൊന്നും അല്ലാഹുവിന്റെ അക്ബറിനെ തെളിവല്ല, അർശ് പോലും. പിന്നെ അല്ലാഹുവിന്റെ എന്തുകൊണ്ട് അത് അഷ്റഫുൽ ഖൽഖല്ലല്ലോ. അള്ളാഹുവിന്റെ അക്ബരിയത്ത് അല്ലാഹു, ഇതിന് തെളിവെന്താ? ഖുർആനിലെ തെളിവ് പറയുന്ന ഇജ്ജ് പറ, ജാനാണെങ്കിൽ പറയടാ അള്ളാഹു വലിയവനാണ് തെളിവ് പറയാൻ. ദുനിയാവ് എങ്ങനെ തെളിവാകുക? ദുനിയാവ് നിസ്സാരാണല്ലോ പറഞ്ഞല്ലേ, പിന്നെ എങ്ങനെ അള്ളാഹു വലിയവനാണ് തെളിവാകുക? ഞാൻ 1000 ആളെ ഒറ്റയടിക്ക് തള്ളിയിട്ടോനാന്ന് പറഞ്ഞതിന് എങ്ങനെയാടാ തെളിവാകുക? ഒരുത്തിൻ്റെ ചെപ്പക്കുറ്റിക്ക് ഒരിക്കൽ ചെന്ന് തോണ്ടി എന്നുള്ളത് തെളിവാകും? അന്തല്ലാത്തവനെ ഇടക്കിടക്ക് തലക്കിടൊന്ന് പൊന്തിച്ചോളടാ, കാറ്റിടന്നോട്ടെ. തല കൊടുത്ത് ചിന്തിക്കെന്താ ഈ പറഞ്ഞു? ഇപ്പൊക്കെ എല്ലാവരും കൂടി നടക്കുക, എങ്ങനെയാ വഹാബിയൊക്കെ ആളുണ്ടാക്കുക, അതപ്പോൾ പണി. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അവിടെ നിങ്ങൾക്കൊന്നും ഈ ക്ലാസ്സിൽ പരിപാടിയില്ല. ഇത് സുന്നികൾക്കുള്ള ക്ലാസ്സാണ്, ഇത് മുഅ്മിനീങ്ങൾക്കുള്ള ക്ലാസ്സാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ തമാശ പറയല്ല. എങ്ങനെയുടെ കുട്ടി ഇതൊക്കെ ഈ കാണുന്നൊക്കെ ഈ നിസ്സാരപ്പെട്ട സാധനങ്ങൾ അള്ളാഹുവിന്റെ അക്ബരിയത്തിന് തെളിവാകുക? അള്ളാഹുവിന്റെ അക്ബരിയത്തിന് ഒറ്റ തെളിവുള്ളൂ, അത് മുഹമ്മദാണ്. ഏതോട് മുഹമ്മദ് അല്ലാത്ത ഒരാൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറഞ്ഞുതരാം. ഹുവൽ അലിയുൽ അലീം, ഹുവൽ അലിയുൽ അലീം, ഏറ്റവും മഹാനാണ് അള്ളാഹു, അല്ലേ? الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അല്ലാഹു ആരാണ്? അലീമാണ്. അപ്പോൾ അളമത്തുള്ളവനെ അവൻ്റെ അളമത്തിനും അളമത്തുള്ള ഒരാളെ ഒരു വസ്തു മാത്രമേ അള്ളാഹുവിൻ്റെ അളമത്തിനും കിബ്രിയത്തിനും തെളിവാകാൻ പാടുള്ളൂ. ദുനിയാവ് പറ്റൂല. ഇതുകൊണ്ട് കുൽ മതാഉ ദുനിയ, ഇത് കളിയില്ല.
എത്ര സ്ഥലത്താ പറഞ്ഞത്, എത്ര സ്ഥലത്ത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നിസ്കാരം ഇത് കഴിഞ്ഞ് ഞങ്ങൾ ജുമഴക്ക് പോകും. ജുമയിൽ സാധാരണ ഊതുന്ന സുഹൃത്താണല്ലോ സബ്ബീസ്മ. എന്താ സബ്ബീസ്മിൻ്റെ അവസാനം പറഞ്ഞത്? ബൽ തുസിറൂനൽ ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു. വല്ലാഖിറത്തു ഖൈറുൻ, ഇതൊന്നുമല്ല, അത് ഖൈറേ അല്ല. ലൗ കാനത്തി ദുനിയ ഇൻദല്ലാഹി വാഹി ജനാഹ ബഹൂള, ഇതിന് കൊതുകിൻ്റെ ചിറകിൻ്റെ വിലല്ല. ഹദീസ് ആയത്ത് എന്ത്? ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ, എന്തിനേ ദുനിയാവ്, അതല്ലേ വലിയത്. ഇതെന്താ? കല്ല ഇതാ ദുഃഖത്തിൽ അർദ്ധക്കണ്ട് പൊടിച്ച് തൂളിയാക്കും. ആകാശത്തിന് അള്ളാഹ് പൊട്ടിച്ച് തരിപ്പ്. രസമാ ഉൻ ഷക്കത്ത് പൊട്ടിച്ച് തകർക്കും. പിന്നെ അതെങ്ങനെ അളമത്താകുക? അലീം എന്ന് പറയാവുന്ന ഒരാളെ അവൻ്റെ അളമത്തിനും കിബിരിയത്തിനും തെളിവാകാൻ പാടുള്ളൂ. അതൊരാളേ ഉള്ളൂ, മുഹമ്മദ്. എന്തേ وإنك لعلى خلق عظيم وهو العلي العظيم وإنك لعلى خلق عظيم. കലമായിരിക്കും. കലമിൽ എത്രാമത്തായതാ നോക്കുക, തുടക്കണ്ടാവും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലീം ഖലീൽ ദുനിയാവ് ഖലീൽ, ആകാശം ഖലീൽ, എല്ലാം ഖലീലല്ലാത്ത ഒരാളെ ഒന്നേ ഉള്ളൂ, അത് അലീമാണ്, അത് മുഹമ്മദാണ്. ഖലീലാണ്. അപ്പൊ അക്ബരിയത്തിൽ തെളിവാണ്. അക്ബരിയത്തിന് ഒരു തെളിവേ ഉള്ളൂ, അത് മുഹമ്മദാണ്. അപ്പൊ മുഹമ്മദ് എന്ന ആളാ അള്ളാന്റെ വലിപ്പരത്തരത്തിന്റെ മൽഹറാണ്. അത് അവന്റെ ദാത്ത് സിഫാത്താണ്. അവന്റെ ദാത്ത് സിഫാത്തിന്റെ മൽഹർ മുഹമ്മദാണ്. അതിന് എന്നും ആകാശം പോലും അള്ളാഹു തആലാന്റെ ദാത്ത് സിഫാത്തിന്റെ മൽഹറാവൂല. അതൊക്കെ പൊടിച്ച് പൊടിയാക്കും. അതെങ്ങനെ അള്ളാഹുവിന്റെ അളമത്തിനും കിബിരിയത്തിനും മൽഹറാവുക? ഒരൊറ്റ മൽഹറേ ഉള്ളൂ, അത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല. وإنك لعلى خلق عظيم. وإنك لعلى خلق عظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അലീം എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ, അത് മുഹമ്മദാണ്. അത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സനാഇ മദ്ഹിന്റെ മൽഹറിൽ അല്ലാഹു അലീം എന്ന് പറഞ്ഞാൽ മുഹമ്മദാണ്. അർക്കബറ മുഹമ്മദ്. വേറാളില്ല. ഈ അള്ളാഹുവിൻ്റെ നിങ്ങളുടെ ഇനി കണ്ണുരുട്ടി എന്നെ നോക്ക്. നീ രണ്ടാമത്തെ തെളിവ് പറയാം. എനിക്ക് ഈ ആൾ അള്ളാഹുവിൻ്റെ പകരക്കാരനാണ്. അള്ളാഹു ആണോ? അല്ല, പക്ഷെ പകരക്കാരനാണ്. അള്ളാഹുവിൻ്റെ പകരക്കാരനെ അക്ബറാവുള്ളൂ. ഇത് അക്ബറായ ആളുമാണ്. അള്ളാഹുവിൻ്റെ പകരക്കാരനാണ്. ഞാൻ ചില തെളിവുകൾ പറയാം, അന്തുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഒന്ന്, ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്. നബിയെ, അങ്ങേക്ക് കരാറിന് വേണ്ടി കൈ തന്നവർ ഇന്നമാ യുബായിഊനല്ലാഹ്, അവർ കൈ കൊടുത്തത് അല്ലാഹുവിനാണ്. അപ്പോൾ താങ്കളുടെ കൈ അള്ളാഹുവിൻ്റെ കൈയാണ്. ഈ ആയത്ത് ഇങ്ങനെ പറഞ്ഞൂടെ? തശ്ബീഹാക്കിയിട്ട് ഇന്നല്ലദീന യുബായിഊനക കഅന്നമാ യുബായിഊനല്ലാഹ്. ഈ ആയത്തൊന്നും മറിക്കുക, ഒരു കാഫോടെ കൂട്ടുക, കൊല മാറി. ഇപ്പം എന്താ അർത്ഥം? ഇന്നല്ലദീന യുബായിഊനക, അങ്ങേക്ക് കൈ തന്ന ആളുകൾക്ക് അന്നമാ യുബായിഊനല്ലാഹ്, അവർ അള്ളാഹുവിന് കൈ കൊടുത്തത് പോലെയാണ്. എൻ്റെ ഒരു കാഫ് ധൃതിയിൽ ഇറക്കിയപ്പോൾ അള്ളാഹ്ക്ക് വിട്ടുപോയി. പെട്ടെന്ന് ധൃതിയിലാണ് കൊടുത്തയച്ചു ജീവിതത്തിൻ്റെ അടുത്ത്. അപ്പം ഒരു കാഫ് കൊടുക്കാൻ അള്ളാഹു തലക്ക്
വിട്ടുപോയി. അങ്ങനെയാ പോട്ട. ഇന്നമാന്ന് അവിടെ ഇന്നല്ലതിന യുബായിഊനക ഇന്നമ. അവിടെ എന്ത് കൊടുത്താൽ മതി? കാഫ്. അപ്പൊ എന്തായി? കഅന്നമ. അപ്പൊ കറക്റ്റായി. ഓ, അപ്പൊ നിങ്ങൾ ആരല്ല, നിങ്ങളെ കൈ അന്തല്ല, അള്ളാന്റെ കൈയൊന്നുമല്ല, എന്നാലും അള്ളാന്റെ കൈ കൊടുത്തത് എന്നാ തന്നെ വലിയതാണ്. എന്നാ തന്നെ വലിയതാണ്. നീ അമിത്ഷയുടെ മുന്നിൽ ഇരുന്ന് ഒരു ചർച്ച നടത്തിയാൽ അത് അമിത്ഷയുടെ മുന്നിൽ ഇരുന്ന് ചർച്ച നടത്തിയാൽ പ്രധാനമന്ത്രിയുടെ മുന്നിൽ ചർച്ച നടത്തിയ പോലെ തന്നെയാണ്. ഓ, എന്നാലും വലിയ കാര്യമാണ്. അങ്ങനെ പറയാ, അങ്ങനെ പറയാ, അങ്ങനെ പറയാ. രാഹുൽ ഗാന്ധിയുമായി എനിക്കിരിക്കുന്നത് സോണിയാഗാന്ധിയുമായി ഇരിക്കുന്നത് പോലെ തന്നെയാണ്. ഓ, അങ്ങനെ പറയാ. രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി അല്ല, എന്നാലും അത് പോലെയാണ്. അങ്ങനെ പറയാം. മുഹമ്മദ് ബിൻ സൽമാൻ ഒരു മിനിറ്റ് നിനക്ക് ചോദിച്ചാൽ സൽമാൻ രാജാവ്, മുഹമ്മദ് ബിൻ സൽമാൻ രാജാവല്ല, മുഹമ്മദ് ബിൻ സൽമാൻ രാജാവിന്റെ മകനാണ്. പക്ഷെ മുഹമ്മദ് ബിൻ സൽമാന്റെ മുന്നിൽ ഒരു മിനിറ്റ് നീ ഇരിക്കുന്നത് രാജാവിന്റെ മുന്നിൽ ഇരിക്കുന്നത് പോലെ നടന വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. എന്തേ അന്തങ്കമ്മേ, അള്ളാഹ്ക്കൊരു കാഫ് കിട്ടിയില്ലേ? ക്ലാസ് കഴിഞ്ഞ് തന്നെയാണ് അക്ബർ മുഹമ്മദാണ്. അതിൻ്റെ മേലല്ല. തന്ത്യം തറവാടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വ്യാഖ്യാനത്തിന് മറുപടി പറയാം. തന്ത്യം തറവാടും അങ്ങാടി നിന്ന് വാങ്ങിയാൽ കിട്ടൂല. അത് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ വരണം. ഒരു കാഫൂട്ടിയ പോലെ ഇന്നല്ലദീന കഅന്നമായ സഅദു ഫിസ്സമാ. കഅന്നമ പറഞ്ഞ എത്ര സ്ഥലമുണ്ട് ഇവിടെ? എന്തേ ഇന്നമ? ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന. ശരി, ഈ ആയത്തിന് ഇബ്നു അജീബ തങ്ങൾ കൊടുക്കണം വ്യാഖ്യാനം പറയാം. എല്ലാവരും കൂടി മൂല്യമാർ ഇന്നെ വളയണ്ട, വളഞ്ഞോളി, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ദുനിയാവിൽ ആകെ വളഞ്ഞാലും എനിക്ക് വിഷയമില്ല. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മിർആത്തുൽ ലിളുഹൂരി ദാതിഹി വസിഫാതിഹി. അല്ലാഹുവിൻ്റെ ദാത്തു സിഫാത്തിൻ്റെ മദ്ഹറാണ്. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ് എന്ന ആയത്തിന് വ്യാഖ്യാനം പറയുകയാണ് ഇബ്നു അജീബ തങ്ങൾ തൻ്റെ ബഹറുൽ മദീദ്. എന്താ അവർ പറയുന്നത്? അവർ പറയുന്നത് നിങ്ങൾ നോക്കൂ. അള്ളാഹുവിൻ്റെ ദാത്ത് സിഫാത്തിൻ്റെ മൽഹറിൻ്റെ കണ്ണാടിയാണ്, അതിൻ്റെ ലുഹൂറിൻ്റെ കണ്ണാടിയാണ് മുഹമ്മദ്. അള്ളാഹുവിനെ കാണുന്നുള്ളവർക്ക് എവിടെ നോക്കിയാൽ മതി? മുഹമ്മദിൽ നോക്കിയാൽ മതി. മിർആത്തുൻ, അത് കണ്ണാടിയാണ്. അള്ളാഹു ആണോ? അല്ല. പക്ഷെ അള്ളാഹുവിനെ കാണുന്നതിൻ്റെ കണ്ണാടിയാണ്. ഞങ്ങളോട് പറഞ്ഞല്ലോ, അമ്പിളിമാമനെ ഒരാൾ വെള്ളത്തിൽ കണ്ടു. വെള്ളം അമ്പിളിമാമനാണോ? അല്ല, അല്ല, അതൊരിക്കലും അല്ല. വെള്ളം അമ്പിളിമാമനല്ല. പക്ഷെ അമ്പിളിമാമനെ വെള്ളത്തിൽ നോക്കിയാലും ആരെ കാണും? അമ്പിളിമാമനെ കാണും. അതേ അമ്പിളിമാമനെ ഇവിടെ കാണും. അതിന് കണ്ണാണോ? കണ്ണാണോ? കണ്ണട വെച്ചിട്ട് ഒരാൾക്ക് കാണൂല. എന്നാ പിന്നെ വെറുതെ ജനങ്ങളെ മുന്നിൽ ആളാകാൻ വേണ്ടി കണ്ണ വെക്കാന്നേ ഉള്ളൂ. കാണൂല. ഒന്നെങ്കിൽ വെള്ളത്തിൽ നോക്കിയിട്ട് കാണൂല. എനിക്ക് കണ്ണ് വേണം. മനസ്സിലായില്ലേ? ചിന്തിക്ക് 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 ചിന്തിക്ക്. എന്ത് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ദാതിഹി വസിഫാതിഹി. അല്ലാഹു ഹാദിഹിൽ ആയ, ബഹുമാനപ്പെട്ട അബൂ താലിബിൽ മക്കി തങ്ങൾ വഖാല ഫിൽ ഖൂത്തി, അബൂ താലിബിൽ മക്കി തങ്ങൾ ഖൂത്തിൽ ഖുലൂബിൽ പറയുന്നുണ്ട്, ഹാദിഹി അംദഹു ആയത്തിൻ ഫി കിതാബില്ലാഹി അസ്സ വജല്ല. അല്ലാഹുവിൻ്റെ കിതാബിലെ ഏറ്റവും മദ്ഹുള്ള ആയത്ത് ഇതാണ്. ഏതായത്ത്? ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ. ഇതാണ് ഏറ്റവും മദ്ഹുള്ള ആയത്ത്. ഇതാണ് വഅബ്ലഗു ഫളീലത്തിൻ ഫീഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ശ്രേഷ്ഠതയാണ്, ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് വെളിവാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ് ഏത്? ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ് എന്ന ആയത്ത്. ലിഅന്നഹു ജഅലഹു ഫിൽ ലഫ്ളി ബദലൻ അൻഹു. അല്ലാഹു തആല ജഅലഹു, നബിയെ ആക്കി, ബദലൻ അൻഹു, ബദലൻ അൻഹു, അല്ലാഹുവിനെ തൊട്ട് പകരക്കാരനാണ് ആര്? റസൂലുള്ളാഹ് എന്നാണ് ഈ ആയത്ത് പറയുന്നത്. പോലെയാണ് നല്ല. വലം യദ്ഖുൽ ഫീഹി കാഫ തശ്ബീഹി. ഈ ഇടതൊക്കെ വലം യദ്ഖുൽ ഫീഹി കാഫ തശ്ബീഹി. തശ്ബീഹിന്റെ കാഫിനെ, അതായത്
അതുപോലെ എന്ന് പറയാനുള്ള ഒരു കാഫിനെ അള്ളാഹു ഈ ആയത്തിൽ കേറ്റിയില്ല. വലം യദ്ഖുൽ ഫീഹി, അള്ളാഹു കേറ്റിയില്ല. ഫീഹി റസൂലുള്ളാഹിന്റെ മദ്ഹിൽ അള്ളാഹു കേറ്റിയില്ല കാഫ തശ്ബീഹി, തശ്ബീഹിന്റെ കാഫിനെ. ഏതുപോലെ? ഇന്നമാ, ഒന്ന് വാന്റെ കൂടെ ഇന്നമാ യുബായുനക്ക് പരം കന്നമാന്ന് കൂട്ടിയില്ല. ഒരു കന്നമ പറഞ്ഞില്ല, ഒരു കാപ്പ് കൂട്ടിയില്ല. എന്ത് ഫയഖൂല കഅന്നമ, ഇന്നമ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്ത് പറയാമായിരുന്നു? കഅന്നമാന്ന് പറയാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പകരക്കാരനാണ്. ഇന്ന യദ റസൂലില്ല, ചെവി തുറന്നു നോക്ക്. ഇന്ന യദ റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ, അല്ലദീ, ഏത് കൈ? തഅലു, ആ കൈ ഉയരുന്നു. ഐദിയൽ മുബായിഈന, ബൈഅത്ത് ചെയ്യുന്നവരുടെ കൈയിന്റെ മുകളിൽ ആരെ കൈയുണ്ട്? റസൂലുള്ളാഹിയുടെ കൈയുണ്ട്. ഒരാളും കൂടി വരി, ഒരാളും കൂടി വരി, ഒരാളുണ്ട് വാ. മമ്മലിയാക്കന്നെ വരണം, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്ന ഒരാൾ. നിങ്ങളെപ്പോലത്തെ പെങ്കോന്തന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാ 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 ഓരോരുത്തരുടെ കൈയാണ്. ഈ കൈയിൻ്റെ മുകളിൽ ആരെ കൈ വെക്കുകയാണ്? റസൂലുള്ളാഹിന്റെ കൈ വെക്കുക. ഇബ്നു അജീബ തങ്ങൾ പറയാണ്, അന്ന യദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ കൈ, അല്ലദീ, ഏതാണത്? മനസ്സിലായി? തഅലു ഐദിയൽ മുബായിഈന, ബൈഅത്ത് ചെയ്തവരുടെ കൈയിനോട്, കൈയിൻ്റെ മേലെയാണ്, മേലെ വരികയാണ്. ആരുടെ കൈ? റസൂലുള്ളാഹിന്റെ കൈ. അത് ഹിയ, ആ കൈ, യദുല്ലാഹ്, ആരെ കൈ തന്നെയാണ്. എന്തുകൊണ്ട്? യദുല്ലാഹി ഫൗഖ ഐദിഹിം, ഈ ബൈഅത്ത് ചെയ്തവരുടെ മുകളിൽ അള്ളാഹിന്റെ കൈയാണെന്ന് അള്ളാഹ് പറഞ്ഞു. സത്യത അവിടെ ആരെ കൈയാണുള്ളത്? റസൂലുള്ളാഹിന്റെ കൈ. അപ്പൊ അള്ളാഹിന്റെ കൈയാണ് എന്ന് പറഞ്ഞു. ആരെ കൈ പോലെയാന്നല്ല പറഞ്ഞത്, അള്ളാഹിന്റെ കൈയാണ് പറഞ്ഞത്. യദുല്ലാഹി, ഈ ആയത്തിലില്ലേ ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ്. പിന്നെ യദുല്ലാഹി, അള്ളാഹുവിന്റെ കൈ, ഫൗഖ ഐദിഹിം, ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നവരുടെ കൈയിന്റെ മേലെ ആരെ കൈയാണുള്ളത്? അല്ല, സത്യത്തിൽ ആരെ കൈയാ? സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അള്ളാഹ് പറഞ്ഞ എന്താ? അള്ളാഹുടെ കൈയാണത്. അപ്പൊ റസൂലുള്ളാഹിന്റെ കൈ ആരെ കൈയാണ്? അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ, അള്ളാഹിന്റെ ദാത്തിന്റെ മൽഹറാണ് ആര്? റസൂലുള്ളാഹ്. അള്ളാഹ്ക്ക് അങ്ങനെ കൈയില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കൈ കാണണമെങ്കിൽ ആരെ കയ്യിലേക്ക് നിൽക്കോ? റസൂലുള്ളാഹിലേക്ക് നിൽക്കോ? അള്ളാഹ് ഇങ്ങനെ പറയാലോ, യദുല്ലാഹി, യദുല്ലാഹി, അവരുടെ റസൂലുള്ളാഹി കന്നമാ യദുല്ലാഹ്, കന്നമാ ഹിയ യദുല്ലാഹ്, റസൂലുള്ളാഹിന്റെ കൈ അള്ളാഹിന്റെ കൈ പോലെണ്ട്. അങ്ങനെ അറിയാലോ. പറഞ്ഞത് എന്തേ? യദുല്ലാഹി. ഓത് മോനെ, അവിടെ എങ്ങനെയായിട്ട്? ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ് യദുല്ലാഹി ഫൗഖ ഐദിഹിം. അപ്പൊ റസൂലുള്ളാഹിയുടെ കൈ അവരുടെ കൈ മേലെ നിന്നു. എന്നിട്ട് അള്ളാഹ് പറയാണ്, അത് ആരെ കൈയാണ്? യദുല്ലാഹി, അള്ളാഹുവിന്റെ കൈയാണ്. ഫൗഖ ഐദിഹിം, അവരുടെ കൈകൾക്ക് മുകളിലുള്ളത്. സത്യത്തിൽ ആരെ കൈയാണുള്ളത്? റസൂലുള്ളാഹിയുടെ കൈയാണുള്ളത്. അപ്പൊ അള്ളാഹു എന്ത് പറഞ്ഞു? അത് അള്ളാഹുടെ കൈയാണ്. അള്ളാഹുടെ കൈ പോലെയാണെന്നല്ല, ഇത് ആരെ കൈയാണ്? അതാണ് അക്ബരിയത്തിന്റെ അടിയില്. അപ്പൊ അക്ബരിയത്തിനൊരു മൽഹറേ ഉള്ളൂ. ആകാശം ഭൂമി അതിന് മൽഹറാക്കാൻ പറ്റൂല. ഒക്കെ പൊടിച്ച് ധൂളിയാൽ ആക്കണതാ. ഒറ്റ മൽഹറേ ഉള്ളൂ. അതാരാ? ആ കൈ നശിക്കൂല്ല. ആ കൈ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിന്റെ രോമം പൊട്ടിയിട്ടില്ല. രോമം പൊട്ടിയില്ല. മുഹമ്മദിയത്തെ കൽബിൽ നീ കയറ്റിയാൽ നിന്റെ രോമം പോയിട്ട് കഫം പുട പൊട്ടൂല. കഫം പുടവ പൊട്ടാത്ത 10,000 ഈ മലബാറിന്റെ പള്ളിക്കാട്ട് കിടക്കുന്നുണ്ട്. എന്ത്? അവരെ കൽബിൽ മുഹമ്മദിയത്തുണ്ട്. അവർ ഫർള് മാത്രമേ നിസ്കരിച്ചിട്ടുള്ളെങ്കിലും നിസ്കാരമൊക്കെ എന്തെങ്ങായി അള്ളാന്റെ റസൂലിനെ ആർക്കട നിസ്കരിച്ചു കിട്ടും. അതൊക്കെ ഈമാനുള്ളവർ ചെയ്യുന്നേ ഉള്ളൂ. നിസ്കാരം നിസ്സാരാക്കിയതല്ല, ഇനി നിസ്സാരാക്കാതിരുന്നതുമല്ല. രണ്ടുമല്ല. നിസ്സാരാക്കാതിരുന്നതുമല്ല. നിങ്ങൾ ബേജാറാണ്ട, നിസ്സാരാക്കി തന്നെ വിചാരിക്കണം. അള്ളാഹുവിലേക്കും റസൂലിലേക്കും ചേർത്താൽ നിസ്സാരപ്പെട്ട കാര്യമാണ് എന്ത്? നിസ്കാരം. അതാ മുഅ്മിനീങ്ങൾക്കത് വലിയ കാര്യമാണ്. ഈമാനില്ലാത്തവർക്ക് ആക്ട് അല്ലേ? ആക്ട് നരകത്ത് പോകാനുള്ളതല്ലേ? ഈമാനുള്ള ഒരാൾ നരകത്ത് പോകുന്ന ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? അണുമണി തൂക്കം ഈമാനുള്ളവൻ നരകത്ത് നിന്ന്, പള്ളർച്ച് നിസ്കാരമുള്ളവൻ വൈലുൽ മുസല്ലീൻ, വൈലെന്ന നരകത്ത് കടവും. മനസ്സിലായില്ലേ ചിന്നിക്ക്? അപ്പൊ അള്ളാഹുവിൻ്റെ
കയ്യിൻ്റെ പകരക്കാരൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൈ പകരുന്നവരും എനിക്ക് പറയാൻ കഴിയില്ല. ഇവിടെ യദുല്ലാഹി ആ യതെന്താ? അത് അക്ബറിൻ്റെ യതാണ്. അക്ബറിൻ്റെ യതാണ് ഇവിടെ വെച്ചത്. പറയാം, നമുക്കില്ലാത്ത നമ്മുടേതല്ലാത്തൊരു കൈയാണല്ലോ അവരുടെ കൈ. ആ യദുള്ള എന്നുള്ള പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ കൈയാണ് അവരുടെ കയ്യിന്, പറയേ അവരുടെ കയ്യിന് മുകളിലുള്ളത്. അപ്പൊ അത് അക്ബറിന്റെ കൈയാണ്. ഇതോ ഈ ദുനിയാവിലെ അക്ബറാണ്. ആകാശ അക്ബറല്ല, ഭൂമി അക്ബറല്ല, അള്ളാഹു അക്ബറാണ് എന്നതിന് നീ കൊടുക്കുന്ന ബാങ്കിന്റെ ഇഖാമത്തിന്റെ മൽഹറാണ് ആര്? മുഹമ്മദ് എന്നാൾ ഭൂമിയിൽ വന്നിട്ടില്ലെങ്കിൽ അക്ബറിന് ദുനിയാവിൽ ദലീലുണ്ടാവില്ല. ഇത് വേറൊരാളാണ് എനിക്ക് പറഞ്ഞെന്നെങ്കിൽ ഞാൻ അയാൾക്ക് ചീരണി കൊടുക്കും. നിങ്ങളെപ്പോലത്തോരായി പിന്നെ വന്നു കിട്ടുന്നല്ല എന്നെ വലിയ ഭാഗ്യമാണ്. അങ്ങനെയാണ് നിങ്ങളിവിടെ വന്നു പോകുക എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാലട്ടേരാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ചിന്തിക്കണം. മുൽഹർ അക്ബറിന്റെ മുൽഹർ മുഹമ്മദ്. നീ വേറെ ആയത്ത് പറഞ്ഞുതരാം. നീ വേറെ ആയത്തരാ. ഇതാ സുഹൃത്ത്, ഏതാ സുഹൃത്ത്? ഏതാ സുഹൃത്ത്? ഏതാ സുഹൃത്ത്? എത്ര? കറക്റ്റ്. റസൂലാന്നല്ലേ മോനെ? വാവില്ലല്ലോ, വാവില്ല. എന്നർത്ഥം റസൂലിന് ഒരാൾ വഴിപ്പെട്ടാൽ അവൻ അല്ലാഹുവിന് വഴിപ്പെട്ടു. റസൂലിന് വഴിപ്പെട്ടാൽ അള്ളാഹ് വഴിപ്പെട്ട പോലെയാണെന്നല്ല, റസൂലിന് വഴിപ്പെട്ടാൽ അള്ളാഹു വഴിപ്പെട്ടു. എന്റെ അള്ളാഹുവിന്റെ അക്ബറിന്റെ മൽഹറാണ് മുഹമ്മദ്. അങ്ങനെ ഒരാളില്ല. ഇന്നല്ലദീന യുബായൂനൽ അംബിയാ കഅന്നം, അങ്ങനെയല്ല. അമ്പിയാക്കളോട് വയ്യത്ത് ചെയ്താൽ അള്ളാഹിനോട് വയ്യത്ത് പോലെ എന്നല്ല. ഇന്നല്ലദീന യുബായൂനക, നിങ്ങളോട് വേറുള്ളവരൊന്നുമല്ല. നിങ്ങളോ? നിങ്ങളെന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങളാരാ? നിങ്ങൾ അള്ളാഹിന്റെ പേര് അള്ളാഹ് കൊടുത്ത ആളാണ് മുഹമ്മദ്. അങ്ങനെയാണ്. ഇപ്പൊ വലിയ ആളാണല്ലേ ഇബ്രാഹിം. എന്താ അതിന്റെ അർത്ഥം? ഇബ്രാഹിം. ഖുർആനിൽ 69 വട്ടം പറഞ്ഞ പേരാണ് ഇബ്രാഹിം. എന്താ അർത്ഥം? എന്താ അർത്ഥം? സമൂഹത്തിന്റെ പിതാവ്, സമൂഹത്തിന്റെ പിതാവ്, സമൂഹത്തിന്റെ പിതാവ്, സമൂഹത്തിന്റെ പിതാവ്. അബ് 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 റഹീം, അബ് റഹീം. അറാമിക്കിനെ കൂട്ടിയതാ. അബ് റഹീം, ഇബ്രാഹിം, ഇബ്രാഹിം, അബ് റഹീം. ഹെം മനസ്സിലായില്ല? അബ് റഹീം, അബ് റഹീം. റഹീം അബും കൂട്ടിയപ്പോ എന്തായി? ഇബ്രാഹിം, ഇബ്രാഹിം. എന്താ അർത്ഥം? സമൂഹത്തിന്റെ പിതാവ്. മൂസ. എന്താ അർത്ഥം? രണ്ടാമത്തെ വലിയത് മൂപ്പരല്ലേ. എന്താ അർത്ഥം? വെള്ളത്തിൽ നിന്ന് കിട്ടിയ കുട്ടി. പുറത്തു പറയണ്ട. എന്താർത്ഥം? കോപ്റ്റിക്കാണ്. എന്താർത്ഥം? വെള്ളത്തിൽ നിന്ന് കിട്ടിയ കുട്ടി. നമ്മളെ പേരിൽ അങ്ങനെ നമ്മളെ പഴയ കാലത്തുണ്ടായിരുന്നു. അനുജന്മാരെ പറ്റിയൊക്കെ എന്ത് പറയും? അത് ഇഞ്ച ബാപ്പാക്ക് വെള്ളത്തിൽ നിന്ന് കിട്ടിയ അപ്പൊ കല്ലുണ്ടാവും. മനസ്സിലായില്ല? നമ്മൾ പഴയ കാലത്ത് പെങ്ങന്മാരെയും അനുജന്മാരെയും ഒക്കെ ചീത്ത വിളിക്കാൻ വേണ്ടി പറയണതാണ്. എന്ത് ദേഷ്യപ്പെടുമ്പോ നാലാളെ മുള്ളി എന്ത് പറയും? ഇതൊക്കെ എങ്ങനെയാ എൻ്റെ അഞ്ചനായി? അപ്പം എന്ത് പറയും? ഓ ഞാൻ എൻ്റെ ബാപ്പാക്ക് വെള്ളത്തിന് കിട്ടിയ. ഇതാണ് എന്തിൻ്റെ അർത്ഥം? മോ ഷേ. അറബി വന്നപ്പോ മൂസ എന്നായി. മോ മാ, മോ മാ. അറബികളെ മാ, കോപ്റ്റികൾക്ക് മോ. ഒകാരം കോപ്റ്റിക്കലുണ്ട്, എന്തിലില്ല?
അറബിയില്ല. അപ്പൊ കോപ്റ്റിക്കുകളുടെ ഒകാരത്തിനെ എന്താക്കി? അറബിയിൽ അകാരാക്കി. മോ മാ ഷേ. നീ മോശേ എന്നറിയുമ്പോൾ ആരെങ്കിലും മോശേ എന്ന് എഴുതി വെച്ചിട്ട് ദേഷ്യപ്പെടുന്നു. മോശ എന്നാണ് ബൈബിളിലുള്ളത്. പഴയ കാലത്തൊക്കെ ഗ്രന്ഥങ്ങളിൽ മോശ എന്നാണ്. അറബിയിൽ വന്നപ്പോൾ എന്തായതാണ്? മൂസ. എനിക്ക് ചൂടാവൊന്നും വേണ്ട, ഒറിജിനൽ പേര് മോശ എന്നാണ്. പിന്നെ മൂസ നായതാണ്. അറബിയിലേക്ക് വന്നപ്പോൾ എന്താ അർത്ഥം? വെള്ളത്തിൽ നിന്ന് കിട്ടിയാള്. നൂഹ് എന്താർത്ഥം? നൂഹ്. നൂഹ് എന്താർത്ഥം? നൂഹ്. നൂഹ് അറാമിക്ക. അറാമിക്കിൽ വിശ്രമം, റെസ്റ്റ്. വയസ്സായില്ലേ, 1000 കൊല്ലല്ലേ, അപ്പോൾ റെസ്റ്റ് എടുത്ത ആള്. മനസ്സിലായില്ല? നോഹ്. നോഹ് എന്ന വാക്ക് അത് നൂഹായത അറബിയിലേക്ക്. നോഹ. നോഹ അടിസ്ഥാനപരമായി അറാമിക്കാണ്. അറാമിക്കിൽ അതിൻ്റെ പേര് അർത്ഥം എന്താ? റെസ്റ്റ്. റെസ്റ്റ്. എത്ര കൊല്ലം പറയാൻ മനുഷ്യ? 58 വയസ്സായ നമ്മൾ തന്നെ റിട്ടയർഡായി. ഇപ്പോൾ റിട്ടയർഡ് ആകാലോ. 950 കൊല്ലം ദേവത്തെ നടത്തിയില്ലേ? അപ്പൊ റെസ്റ്റ് എടുത്ത ആള്. ദേവത്തൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തു. ആര്? പ്രളയം കഴിഞ്ഞ് ഫുള്ള് റെസ്റ്റാ. ആർക്ക്? നൂഹ് നബിക്ക് അലൈഹിസ്സലാം. പിന്നെ അടുത്ത നബി സാമാണ്. സാമ് വലിയ മൊജ്ജത്തുള്ള ആളാണ്. സാമ് സംസാരിച്ച ഭാഷകളാണ് പിന്നീട് സെമിറ്റിക് ഭാഷകൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇളയ മകനാണ് ആര്? സാം അലൈഹിസ്സലാം. നബിയാണ് സാം അലൈഹിസ്സലാം. പ്രളയത്തിന് ശേഷം കൈകാര്യം മൊത്തം സാമിനാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. നൂഹ് എന്താ അർത്ഥം? വിശ്രമം. വിശ്രമം. ഐസ എന്താ അർത്ഥം? ഐസ. ഐസ. യേശു അതാണ് അർത്ഥം. യേശു അറാമിക്കാണ്. സിറിയാക്കിലും അർത്ഥം അത് തന്നെയാണ്, രക്ഷകൻ. അതേ പേര് റസൂലുള്ളാഹിക്കുണ്ട്, അൽ മുഞ്ചി. ഈസാ നബിന്റെ അതേ പേര് ആർക്കും ഉണ്ട്, സേവ്യർ, രക്ഷകൻ, സേവ്യർ എന്ന് അറാമിക്കിലും സിറിയാക്കിലും. അറാമിക്കിലും സിറിയാക്കിലും യേശു എന്ന വാക്കിന്റെ അർത്ഥം സേവ്യർ എന്നാണ്, രക്ഷകൻ. ഈ പേര് ആർക്കുണ്ട്? അറാമിക്കുണ്ട്, അൽ മുഞ്ചി, രക്ഷകൻ. അതിന് സമാനമായ ഒരുപാട് പേരുണ്ട് റസൂലുള്ളാഹിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന മുഹമ്മദോ? മുഹമ്മദ് മഹ്മൂദ് എന്ന അള്ളാഹുവിൻ്റെ അൽ മഹ്മൂദ് എന്ന അള്ളാഹുവിൻ്റെ പേരിനെ ചീന്തിയിട്ടുണ്ടാക്കിയതാണ് എന്ത്? മുഹമ്മദ്. വേറൊരാൾക്കും അള്ളാഹു സ്വന്തം പേര് ചീന്തി കൊടുത്തിട്ടില്ല. ഇത് ഹദീസാ. എന്തുകൊണ്ട്? ഇത് മദീന പള്ളിയിൽ നിന്ന് ചൊല്ലിയപ്പോൾ മുന്നിൽ മുത്തുനബി ഇരുന്ന് ചിരിക്കുക. അങ്ങനെയൊന്നും പറയല്ലേന്ന് പറഞ്ഞില്ല. ഹസ്സാനാ ചെല്ലുന്നത്. ആരാ ഹസ്സാൻ സ്റ്റേജ് എത്തിയത്? മുത്തുനബി തന്നെ. മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് പാട്ടോടും റസൂലുള്ളാഹിനെ പറ്റി. അള്ളാഹ് കീറിക്കൊടുത്തു ലഹു, നബിക്ക് വേണ്ടി, മിൻ ഇസ്മിഹി, അള്ളാഹിന്റെ പേരിൽ നിന്ന്, ലിയുജില്ലഹു, നബിയെ വലിപ്പത്തരപ്പെടുത്താൻ വേണ്ടി. മഹ്മൂദ് അള്ളാഹിന്റെ പേരാ, അതിനുണ്ടാക്കിയതാണ് എന്ത്? മുഹമ്മദ്. അപ്പേരും നബിക്കുണ്ട്. ഏതുപേരുണ്ട്? മനസ്സിലായില്ല? മഹ്മൂദ് എന്ന പേരും ആർക്കുണ്ട്? നബിക്കുണ്ട്. മുഹമ്മദ് വേറെയുണ്ട്. ആരായത് ചൊല്ലിയത്? സയ്യിദ്ന ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, പ്രഗൽഭ സ്വഹാബിയായ. എവിടുന്നാ ചൊല്ലുന്നത്? മദീന പള്ളിയിൽ. ആരാ മുന്നിൽ കേട്ടിരിക്കണ്? മുത്തുനബി ചിരിച്ചുകൊണ്ട്. ഇബ്രാഹിം സമൂഹത്തിന്റെ പിതാവ്, മൂസ വെള്ളത്തിന് കിട്ടിയ കുട്ടി, ഈസ രക്ഷകൻ, അപ്പേര് നബിക്കുണ്ടാനും, നൂഹ് റെസ്റ്റ് എടുത്താള്. നല്ല ഉലുലാസ്മ് പറേ, ഇതല്ലേ ഉലുലാസ്മ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം, ചിന്തിക്കണം. ആദം
ഒരർത്ഥം എന്താണെന്നറിയോ? ആദം എന്ന പ്യൂർ വൈറ്റ് അല്ല. ആദം പ്യൂർ വൈറ്റ് അല്ല, എന്നാൽ പ്യൂർ കറുപ്പുമല്ല, വെളുപ്പുണ്ട് കറുപ്പുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു നിറമുള്ള ആള് ആദം. ഒരർത്ഥം അതാണ് ആദം. ചിന്തിക്ക് 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 ചിന്തിക്ക്. എന്നാൽ അള്ളാഹുവിന്റെ വൽപ്പത്തിലാണ് എന്നീ പറയുന്നത്. അള്ളാഹുവിന്റെ വൽപ്പത്തരത്തിന്റെ മുഹമ്മദാണ്. അപ്പോൾ മുഹമ്മദ് എന്നാൽ ബഷറാണോ? ബഷറാണ്. എന്നാ ബഷറാണോ? ബഷറല്ല. മുഹമ്മദ് എന്നാളുടെ ബഷരീയത്ത് ഒരു പരീക്ഷണ. അതിൽ കുടുങ്ങിയാൽ ഈമാൻ നഷ്ടപ്പെടും. മുഅ്തസിലികൾ മുതൽ ഇന്നത്തെ മുഅ്തസിലി വരെ അത് കുടുങ്ങിപ്പോയി. ബഷരീയത്ത് കുടുങ്ങി. ബഷരീയത്ത് കുടുങ്ങിയ പെട്ടു. മുഹമ്മദ് എന്നാൽ നിങ്ങൾ വിചാരിച്ച ബഷറല്ല എന്ന് നിന്നെ വലിയ തെളിവ് എന്താ? അള്ളാഹുവിൻ്റെ അക്ബറിൻ്റെ ദലീല മുഹമ്മദ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് വരെ പോകാൻ കഴിയാത്തടത്ത് പോയി ആര്? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ജിബ്രീൽ എന്ത് പറഞ്ഞു? കഴിയൂല കഴിയൂല കഴിയൂല, നടക്കൂല. ഇബ്രാഹിം നബി ഇവിടെ ഇരുന്ന് മലക്കൂട്ട് കണ്ടു. മലക്കൂട്ടൊന്നും ഒന്നുമല്ല. അതിന്റെ അപ്പുറത്താ ജബറൂത്ത്, അതിനപ്പുറത്താണ് ലാഹൂത്ത്. അതൊന്നും ഇബ്രാഹിം നബി കണ്ടിട്ടില്ല. ഇത് കാണല്ല. അവിടെ പോയി ലാഹൂത്തിൽ എത്തിയപ്പോൾ ആര് മടങ്ങി? ലാഹൂത്തിലെത്തിയോ ബഹറുന്നൂറുണ്ട്. ബഹറുന്നൂറിൽ എത്തിയപ്പോൾ ഹത്താ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഖഫ് അവിടെ നിന്നു. ഹത്താ ബഹറുന്നൂരി വഖഫ്. ബഹറുന്നൂറിൽ എത്തിയപ്പോൾ അവിടെ നിന്നു ആര്? സയ്യിദുനാ ജിബ്രീൽ. എന്നോട് പറഞ്ഞു ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുഹമ്മദിയത്ത് എന്ന ആളുടെ ബശരിയത്ത് പരീക്ഷണമാണ്. അതിലാര് കുടിയാലും തകർന്നു. ഖുൽ ഇന്നമാ അന ബശറും മിത്ലുക്കും. ഖുൽ ഇന്നമാ. എന്താർത്ഥം? എന്താർത്ഥം? നല്ല ഉഷാറിലിരിക്കുകയാണെങ്കിൽ അർത്ഥം പറഞ്ഞുതരാം. നല്ല ഉഷാറിലിരിക്കാൻ അർത്ഥം പറഞ്ഞു. നല്ല ഉഷാറിലിരിക്കണം എന്നർത്ഥം പറഞ്ഞു. നല്ല ഉഷാറിലാണ്. നേരത്തെ പറഞ്ഞേരാ. നേരത്തെ പറഞ്ഞേരാ. നല്ല ഉഷാറിലിരിക്കണം എന്നർത്ഥം പറഞ്ഞേരാ. അർത്ഥം കുൽ നബിയെ, നിങ്ങൾ പറയേണ്ടത് ഇന്നമാന ബഷറമിസ്ലുക്കും. കാരണം നിങ്ങൾ അബദാണ്. അബദിൻ്റെ ഏറ്റവും വലിയ വൽപ്പത്തരം ദില്ലത്ത് ഖുലുവാണ്. നിങ്ങൾ ബഷറാണ് നിങ്ങൾ പറഞ്ഞാളി. നിങ്ങളെ വൽപ്പത്തരം നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. വൈന്നക ലഅലാ ഖുലുഖിൻ അലീം. നിങ്ങൾ വലിയ ആളാണ്, നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നിങ്ങൾ റഹ്മത്താന്ന് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ പറയണ്ട. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ്. നിങ്ങൾ ഇന്റെ പ്രതിപുരുഷനാണ്, നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞു. നിങ്ങൾ നിസ്സാരമായി പറഞ്ഞാളി, നിങ്ങൾ ചെറുതാണ്, നിങ്ങൾ പറഞ്ഞാളി. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും. നിങ്ങൾ വലിയതായി പറയണ്ട. നിങ്ങൾക്ക് അബ്ദിയത്ത് കാണിക്കാൻ ഏറ്റവും നിങ്ങൾ അബ്ദാണല്ലോ. അബ്ദി ദില്ലത്ത് ഖുലുവാ കാണിക്കണ്ട്. നിങ്ങൾ ബശറാന്ന് നിങ്ങൾ പറഞ്ഞാളി. പിന്നെ നിങ്ങൾ വലിയ ആളാ, ആവാനാ പറയണ്ട്. ഞാൻ വലിയ ആളാ നിങ്ങൾ പറയണം. ഖുൽ ഹുവല്ലാഹു അഹദ്. എന്താ അങ്ങനെ പറഞ്ഞേ? എന്തായി എന്തേ നബിനെ കൂടെ അറിയിച്ചു? ഞാൻ വലിയ ആളാ നിങ്ങളും പറയണം, നിങ്ങൾ വലിയ ഞാനും പറയണം. നമ്മൾ 50-50. അന്തമാണടാ, അന്തം പീടി നോങ്ങിയാൽ കിട്ടൂല. ഇത് നേരായ അർത്ഥം. കുൽഹു അള്ളാഹു. എന്തേ അവിടെ കൊൽ വെട്ടിക്കൂടെ? കുൽഹു അള്ളാഹു അഹദ്. എന്തേ അള്ളാഹുടെ ഹു അള്ളാഹു അഹദ്. അവൻ അള്ളാഹു അഹദും ഏകനാണ്. എന്നാൽ തന്നെ ഇത് നമ്മൾ സ്വീകരിക്കൂലേ? അള്ളാഹു ഏകന പറഞ്ഞാൽ ഇതിനാ നബിനെ കൂടെ അറിയിച്ചത്. അള്ളാഹ് വലിയവനാ, നബി വരണം, നബി വലിയവനാണ്, അള്ളയും പറയണം. അല്ലാതെ അവിടെ കൊല്ലിന് ഒരു ന്യായം പറയും. നിങ്ങൾ വലിയ ആളാണ്. ഒന്ന്, ഞാൻ വലിയ ആളാകുമ്പോൾ നിങ്ങളെ ഞാൻ മുന്തിക്കും. വല്ലാഹു അഹദിനേക്കാൾ കുൽ എന്ന റിസാലത്തിനെ മുന്തിച്ചു. റിസാലത്തിനല്ലടാ, കുല്ലിൻ്റെ ഉള്ളിൽ റിസാലത്താ. വല്ലാഹു അഹദ് തൗഹീദ. തൗഹീദിനേക്കാൾ എന്ത് മുന്തിക്കണം?
റിസാലത്തിന് ഒന്നിക്കണം. റിസാലത്തിനുള്ള തൗഹീദിലേക്കാണ് കടന്നാൽ ഇത് പൊളിഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. 10 വട്ടം പറഞ്ഞാൽ ചിലപ്പോൾ തിരിയില്ല. കൊല്ലിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? സക്കീറെ മനസ്സിലായില്ലേ? കൊല്ലിൻ്റെ ഉള്ളിൽ താങ്കൾ പറയുക. അപ്പൊ അവിടെ ആരാ ഉള്ളത്? റസൂല്. പറയാൻ മനുഷ്യ റിസാലത്തല്ലേ. അല്ലാഹു അഹദ് എന്താ? തൗഹീദ്. ഖുർആനിൽ തൗഹീദിന് വേണ്ടി മാത്രമുള്ള സൂറത്ത് ഏതാ? എന്നിട്ട് നബിയെ മുന്തിച്ചു. അവിടെ നബിയെ മുന്തിച്ചു. ഇനി എന്താ പറയുള്ളത്? എത്ര കാലായിട്ട് നമ്മൾ ചൊല്ലി അങ്ങോട്ട് ചോർന്നു പോരുന്നു. ഒന്ന് ആലോചിച്ചൂടെ എന്താണ് പറഞ്ഞത്? ഇവിടെ അല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കുമല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അഹദ്, അവൻ അല്ലാഹു ഏകനാണ്. അല്ലാഹു സമദ്. വല്ല കമ്മിയുണ്ടോ അതിന്? എന്തിനവിടെ കൊല്ലുകൂട്ടിയെ? തൗഹീദിന്റെ മുമ്പ് എന്തിനെ മുന്തിച്ചു അല്ലാഹു? റിസാലത്തിനെ. എൻ്റെ വൽപ്പത്തനം പറഞ്ഞു കൊടുത്ത് ഞങ്ങളെ വന്ദിക്കും. നബി സുജൂദ് കിടക്കുമ്പോൾ ഇതിൻ്റെ ഒരു മദ്ഹറാണ്. നാളെ നബി സുജൂദ് കിടക്കുമ്പോൾ അല്ലാഹു പറയും ലാ 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 നിങ്ങൾ കിടക്കരുത്. കുല്ലുഹും യത്ലുബൂന ലില്ലാഹി വഅന അത്ലുബു ലില്ലാഹി. എല്ലാവർക്കും എൻ്റെ പൊരുത്താവുണ്ട്, എനിക്ക് നിങ്ങളെ പൊരുത്താവുണ്ട്. നിങ്ങളെ വന്ദിക്കും. എല്ലാവരും പറയണം ഞാനാ വലിയ ആളെന്നാ. എനിക്ക് നിങ്ങളെ വലിയത്. ഞാൻ വലിയ തന്നെ, പക്ഷെ നിങ്ങൾ വന്ദിക്കും. നിങ്ങൾ കിടക്കാൻ ഞാൻ പറ്റില്ല. കുല്ലുഹും യത്ലുബൂന ലില്ലാഹി വഅന അത്ലുബു ലില്ലാഹി. എനിക്ക് നിങ്ങളെ പൊരുത്താവുണ്ട്. നിങ്ങൾ ഇഷ്ടമാണ്, നിങ്ങൾ ഇഷ്ടപ്പെടണം. അല്ലാഹു അഹദ്. ഇതിനേക്കാൾ ഇനി വേറൊരു സൂറത്ത് ഖുർആനിലില്ലല്ലോ. തൗഹീദിനെ ആകെയുള്ള സൂറത്ത് ഏതാ? എവിടെടാ അള്ളാഹുവിൻ റസൂലിനെ മുണ്ടിക്കാട് തൗഹീദ് പറഞ്ഞാൽ ഏടാ വഹാബി എന്നട തൗഹീദ് പഠിച്ച് എന്നട നന്നാവാ. മുഹമ്മദിന്റെ അക്ബരിയത്ത് മനസ്സിലാക്കാതെ അള്ളാഹുവിന്റെ തൗഹീദ് ഓരോരുത്തരും മനസ്സിലാവൂല. ആ തൗഹീദും ശിർക്കും തമ്മിൽ കുഫറും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. തൗഹീദിനേക്കാൾ ആരെ മുന്തിച്ചു? മുഹമ്മദിനും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ. അതേ സമയത്ത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. നബി നിങ്ങളെ ഹക്കിൽ പറയുമ്പോൾ ഞാൻ ചെറുതാന്ന് പറഞ്ഞാളി. അതേ സമയത്ത് എന്റെ ഏറ്റവും വലിയ വൽപ്പത്തരമാണ് എന്റെ ഹദിയത്ത് തൗഹീദ്. അതിൽ ഞങ്ങളെ ഒന്നിച്ച് എന്ത്? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു അഹദാണെന്ന് എന്റെ നബി പറഞ്ഞു തരും. അപ്പോൾ അത് തൗഹീദാവും. നിങ്ങൾ എന്റെ നബിക്ക് ചെവി കൊടുക്കുക, നിങ്ങൾ എന്റെ നബിയുടെ വാക്കിനെ മുണ്ടിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തൗഹീദുള്ളവനാണ്. അപ്പോൾ ഞാൻ വഹദാനിയത്തിന്റെ റബ്ബാണ്. നിങ്ങൾക്ക് ഇല്ലെങ്കിലോ ഇത് കാഫിറാണ്. വേറെ എന്താണോ ഇവിടെ കുല്ലിനൊരാവശ്യം? മനസ്സിലായോ പറഞ്ഞത്? രണ്ടാമത്തെ ഒരു പരീക്ഷണമുണ്ട് മുസ്ലിങ്ങൾക്ക്. ഏതാ? ഈ ലോകത്തെ അർശിനേക്കാളും കുർസീനേക്കാളും വിലയുള്ളൊരു സാധനമുണ്ട്. അതേതാ? ആ ശരീരത്തെ പൊതിഞ്ഞ മണ്ണിനെ പോലെ ഒന്നുമില്ല. ആ ശരീരത്തെ പൊതിഞ്ഞ മണ്ണിനെ പോലെ, ആ ശരീരത്തെ പൊതിഞ്ഞ മണ്ണ്, ആ ശരീരത്തെ പൊതിഞ്ഞ മണ്ണ്. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا رحمة للعالمين. خذ بيدي قلت حيلتي أدركني يا رسول الله. السلام عليكم يا عباد الله. السلام عليكم يا عباد الله. ഈ മലക്ക് ഈ സദസ്സിൽ പൊതിഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള റബ്ബിന്റെ മലക്കുകളെ, മഹാന്മാരായ മറ്റു സൃഷ്ടികളെ, കാണപ്പെടാത്തവരെ, സലാം അലൈക്കും യാ ഇബാദല്ലാഹ്.
സലാമു അലൈക്കും യാ ഇബാദല്ലാഹ്. പറയുന്ന ഞങ്ങൾ മോശമാണെങ്കിലും അല്ലാഹുവിന്റെ അക്ബരിയത്തിന്റെ ദലീല് പറയായ ഹബീബായ റസൂലുള്ളാഹി പറയുന്ന സദസ്സിൽ മലക്കുകൾ ഒഴിവാവുകയില്ല. പറയുന്നവൻ ആരായാലും പറയപ്പെട്ടത് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ മജ്ലിസിൽ എന്ത് സിഹറും ബാത്തിലാവും, ഇവിടെ ഇരുന്ന് ദ്വാരണ മതി. നിങ്ങൾ ഏറ്റവും വലിയ മലക്കുകളുണ്ടാവും. സാധ്യത 311 ക്ലാസ്സാണ്. ഇതിനെപ്പറ്റി പല രഹസ്യം, ഈ ക്ലാസ്സിനെ പറ്റി പല രഹസ്യം എനിക്കറിയും, പല രഹസ്യം അറിയും. അത് ഞാൻ പറഞ്ഞാൽ അതൊരു കച്ചവടമാണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഹക്ക്, അത് ഹക്ക്. ചിന്തിക്കും. طوبى لمندشق منه وملتزم مولاي صل وسلم دائما أبدا. ആ ശരീരത്തെ പൊതിഞ്ഞിട്ടുള്ള മണ്ണിന് പകരം ഈ ലോകത്ത് ഒന്നുമില്ല. വൽ ബുഖാത്തു ഷരീഫ്, എൻ്റെ വ്യാഖ്യാനം കേട്ടോളൂ. വൽ ബുഖാത്തു ഷരീഫത്തു ത്വാഹിറ. ഈ വ്യാഖ്യാനം ആയിരക്കണക്കിന് കിതാബിലുണ്ട്. 1, 2, 10, 100 കിതാബിലല്ല. ഞാൻ ഒരു കിതാബ് ഒത്തിരിക്കാം. വൽ ബുഖാത്തു ഷരീഫത്തു ത്വാഹിറത്തുല്ലത്തി ആനഖത്ത് ജസദഹു ഷരീഫ്. റസൂലുള്ളാഹിയുടെ ശരീരത്തിനോട് പൊതിഞ്ഞു നിൽക്കുന്ന ആ മണ്ണുണ്ടല്ലോ, ഇങ്ങോട്ട് നോക്ക് എൻ്റെ മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജസദു ഷരീഫിന് പൊതിഞ്ഞു നിൽക്കുന്ന മണ്ണ് എവിടുത്തെ മണ്ണ്? മദീനയിലെ നല്ല കുട്ടിയെ, ആ മദീനയിലെ നല്ല ആ ശരീരത്തെ പൊതിഞ്ഞ് പിന്നെ അതിനടുത്തടുത്തടുത്തടുത്ത് അങ്ങനെ പോവും, അങ്ങനെ പോവും. മനസ്സിലായില്ലേ? അല്ലെ? ആ പൊതിഞ്ഞ് നിൽക്കുന്ന ആ മണ്ണുണ്ടല്ലോ, ആ മണ്ണ് ആയിഷ ബീവിയുടെ വീട്ടിലല്ലേ മറവീന്. ആ മണ്ണ് ആനഖത്ത് ജസദഹു ഷരീഫ് ഹിയ അജല്ലു, ഏറ്റവും വളർമ്മയുള്ളതാണ്. വ അഷ്റഫു, ഏറ്റവും ഷറഫാക്കപ്പെട്ടതാണ്. ബുഖഅത്തിൻ ഫിൽ കായിനാത്തി, ഈ പ്രപഞ്ചത്തിലെ എല്ലാ സ്ഥലങ്ങളെക്കാളും ഷറഫാക്കപ്പെട്ടത് ആ മണ്ണ് നിൽക്കുന്ന ആ മണ്ണാണ്. അതാണ് ഹത്ത വഹിയ, ആ മണ്ണ്. കമാ ഖാലൽ ഉലമാഉ സിഖാത്തു, വിശ്വസ്തരായ മഹാപണ്ഡിതന്മാർ ലോകത്ത് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കിയിലെ ഏറ്റവും മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അഷ്റഫു വ അജല്ലു മിനൽ കഅബതി നഫ്സിഹ, എന്തിനേക്കാൾ ഷറഫാക്കപ്പെട്ടതാണ്? കഅബയേക്കാൾ ഷറഫാക്കപ്പെട്ടതാണ്. വ അഫ്ളലു മിനൽ അർളീന, ഏത് ഭൂമിയേക്കാളും ഷറഫാക്കപ്പെട്ടതാണ്. വസ്സമാവാതി, ആകാശത്തെക്കാൾ ഷറഫാക്കപ്പെട്ടതാണ്. ഭൂമിയിലുള്ള സകല വസ്തുക്കളെക്കാളും ആകാശത്തിലുള്ള സകല ജീവനക്കാരെക്കാളും, ആകാശത്തിൽ ജീവിക്കുന്നവരാരാ? മലക്കുകൾ. മനസ്സിലായില്ലേ? അവരെക്കാളും ഷറഫാക്കപ്പെട്ടവരാണ്. അതാണ് ആ മണ്ണ്. ആ മണ്ണ് അർശിനേക്കാൾ മഹത്വപ്പെട്ടതാണ്. വൽ കുർസി, കുർസിയിനേക്കാളും. അഷ്റഫുൽ മഖ്ലൂഖാത്തായ ഹബീബായ റസൂലുള്ളാഹിയെ തൊട്ട് കിടക്കുന്ന മണ്ണായതുകൊണ്ടാണ് ബൂസുരിമാമി പറഞ്ഞ് ഇതിന് പകരം ലോകത്തൊരു സാധനമില്ല. ഏതിനേക്കാൾ? അള്ളാഹുവിന്റെ ഹബീബിന്റെ എന്റെ കുടവ കഴിഞ്ഞിട്ടില്ല, അത് തുടക്കാണ്. ഇതല്ല ഇവിടെ പറയാനുള്ളത്. ഇനി പറയാ ഇത് പറയാനല്ലേ പറഞ്ഞത്? ഇതൊക്കെ 100 വട്ടം ഞാൻ പറഞ്ഞതാ. ഇത് പറയാനല്ലേ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താ പറഞ്ഞു പറയേ? മഹാപണ്ഡിതന്മാർ ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി, അശ്അരി, മാതുരിദി, ഈ പണ്ഡിതന്മാരിൽ ഏറ്റവും മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ഒത്ത സമ്മതിച്ചതാണ് എന്ത്? ആ റസൂലുള്ളാഹിന്റെ ജസദുൽ ഷരീഫിനെ തൊട്ട് കിടക്കുന്ന ആ മണ്ണുണ്ടല്ലോ, അത് അഷ്റഫുൽ കായിനാത്തി, ഈ പ്രപഞ്ചത്തിൽ എന്തിനേക്കാളും ഷറഫാക്കപ്പെട്ടതാണ്. ഹത്താ മിനൽ കഅബ, കഅബയേക്കാൾ, വൽ അർശി വൽ കുർസി, അതിനേക്കാളും വലിയ ഒന്ന് ഇനി പ്രപഞ്ചത്തിൽ ഇല്ല. അപ്പോൾ ആമിന ബീവിയോ? ജഗത്ത് വലിപ്പുണ്ടല്ലോ. ആമിന ബീവി നരകത്തിലാന്ന് പറയാൻ പറഞ്ഞ എന്തിനാണ് ചെങ്ങായി പാച്ച കാഫറ നിസ്കരിക്കണം? ജി കാഫറല്ലേ ചെങ്ങായി, ഉള്ളിൽ ജി കാഫറല്ലേ? എടാ, ലോക പണ്ഡിതന്മാർ ഒത്തു സമ്മതിച്ചതാണ് ഏത്? ആ മണ്ണ്. എങ്കിൽ മണ്ണുകൊണ്ട് അല്ലാഹു ഒരു ജസദിനെ ഉണ്ടാക്കി. ആ ജസദിനെ 9 മാസം ഒട്ടിയിലിട്ട് നടന്നു. ആ മണ്ണു ചെന്തിനട നിസ്കരിക്കണം.
ഓലെ കൂട്ടിയാലേ നമ്മളെ ഇസ്ലാമാണോ എന്ന് വിചാരിക്കുന്ന ആധുനിക സുഹാബിയായ ഹമുക്കെ എന്തിനട മൂല്യരായിട്ട് ഈ വഹാബി കാളുണ്ടാക്കാൻ നടക്കുന്ന ആധുനിക സുന്നിയായ സുഹാബി എന്ന ഹമുക്കെ എന്തിനട തലേ കെട്ടി മനുഷ്യന്മാരെ പറ്റിക്കാൻ? അല്ലാതെ ആമിന ബീവി കാഫറാണെന്നും ആമിന ബി നരകത്തിലാണെന്നാണ് അവരെ വിശ്വാസം. എടാ, പച്ച മണ്ണ് അതൊരു മനുഷ്യൻ്റെ മണ്ണല്ല, ആ മനുഷ്യൻ്റെ ജസദു ഷരീഫിനെ തൊട്ട മണ്ണെന്നേ ഉള്ളൂ. അതേ സമയത്ത് ഒരു മണ്ണ് പട്ടിയിട്ടുണ്ടെന്നു എത്ര മാസം? 9 മാസം. അതോ നരകത്തിലാണ്. എത്ര ബാൽപ്പണ്ടല്ലായി ഈ ജഡക്കാഫർ. ഒരു വഹാബിൻ്റെ മൂത്തേക്കൊക്കെ ഈ നഷ്ടപ്പെട്ടു. ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വഹാബിയുടെ പ്രസംഗം കേട്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. മറുപടി പറയും, പ്രസംഗം കേൾക്കൂല. എൻ്റെ ഓൻ്റെ ഫോട്ടോ നോക്കണ്ടേ, ഇപ്പം ഈമാൻ നഷ്ടപ്പെട്ടു. വല്ലാഹിലാണ് ഞാനൊരു വഹാബിൻ്റെ പ്രസംഗം കേൾക്കില്ല, ഒരു വഹാബിൻ്റെ പ്രസംഗം കേൾക്കില്ല. ഒരാളിൽ കയച്ചു തരും, ഒരു വഹാബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്ത് ഞാൻ ഓനെ മെസ്സേജ് അയക്കും, എൻ്റെ ആൾ പറഞ്ഞ് അതിന് മറുപടി അറിയും. അത് ഞാൻ കേൾക്കൂല. എന്തുകൊണ്ട്? ഓൻ്റെ തൊള്ളേക്ക് ഞാൻ എൻ്റെ കേട്ടാൽ എൻ്റെ ഈമാൻ നഷ്ടപ്പെടും. ഓൻ വഹാബിയാണ്. ഓൻ അബ്ദുല്ലാ റളിയല്ലാഹുവിനെയും ആമിന ബീവിയെ നിസ്സാരപ്പെടുത്തുന്ന ആളാണ്. റളിയല്ലാഹുവിനെന്ന് പറഞ്ഞാടാ, എന്തിനാടാ ഇവിടെ ഇരിക്കണേ? ഇത് മുത്തുനബിൻ്റെ ക്ലാസ്സാ. ഇത് അള്ളാഹിൻ്റെ വലുപ്പത്തിൽ പറഞ്ഞ അള്ളാഹിൻ്റെ വലുപ്പത്തിലാണ് ഈ പറയണത്. അപ്പോഴടാ മോമിനാവുള്ളൂ. ഇതൊന്നല്ല ഇനി പറയാൻ പോണത്. അടുത്ത ആഴ്ച വരും, ഞായറാഴ്ച ബാക്കി പറഞ്ഞുതരാം. അടുത്ത ആഴ്ച ആകുമ്പോഴത്തിന് റബിയുൽ അവ്വൽ കഴിയുമല്ലോ. റബിയുൽ അവ്വൽ ഇത് പറയണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്കിപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് പഴയ കാലത്തുണ്ടായിരുന്നു സൂപ്പർ വെയ്റ്റിൻ്റെ കല്ല്, മുണ്ട് കെട്ടിക്കൊണ്ട് നടക്കും. എന്നിട്ട് വെള്ളം ബക്കറ്റിലാക്കിയിട്ട് അതിലൊന്ന് മുക്കും, അതങ്ങനെ തന്നെ എടുത്ത് വെക്കും. ഞങ്ങൾക്ക് സൂപ്പർ വെയ്റ്റിൻ്റെ കല്ല് മുണ്ട് കെട്ടി തന്നതാണ്. നിങ്ങൾക്ക് എവിടെയും കൊണ്ടേ മുക്കാം. ഇത് ഖിയാമത്ത് വരെ തീരൂല. ഞാൻ ഇന്ന് ഈ പറഞ്ഞ വയറ് നിങ്ങളതിൽ വിശ്വസിച്ചാൽ ബാക്കി നിങ്ങളിഷ്ടം. റഹ്മത്തുള്ള അവിടെ ഇവിടെ ഇല്ല, ഞാൻ അവിടെ ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഞാനുണ്ടാകാൻ മാത്രം നിങ്ങളില്ല. അതുകൊണ്ടാണ് അത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസാരപ്പെടുത്തുന്ന ആളുകളോട് ഒരു ബന്ധം നമുക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. തല കൊടുത്ത് ചിന്തിച്ചോ. ഞാൻ ഒരു പത്രം പറഞ്ഞാൽ വിചാരിക്കരുത്. എൻ്റെ ഹബീബിൻ്റെ ഉമ്മാനൻസാരാക്കിയവർക്ക് ഒൻമൂമിനാന്ന് ഞാൻ പറഞ്ഞില്ല. ഞങ്ങളോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ആമിന ബീവി ഇല്ലാത്ത സ്വർഗത്തിൽ റഹ്മത്തുള്ള ഉണ്ടാവില്ല. 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്തേ പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? ആമിന ബീവി ഇല്ലാത്ത സ്വർഗത്തിൽ ഞാൻ ഉണ്ടാവില്ല. ആമിന ബീവി നരകത്തിലാണെങ്കിൽ എനിക്കതാ ഇഷ്ടം, അവിടെ ഞാൻ ഉണ്ടാവില്ല. ഞാൻ ആമിന ബീവി ഉള്ളിടത്തുണ്ടാവുള്ളൂ. റളിയല്ലാഹു അൻഹ. ചിലർ പറയാണ് ആമിന ബീവിക്ക് ഷഹാദത്ത് കലിമ എല്ലാം കഴിഞ്ഞിട്ടില്ല. ഓ, വലിയ കണ്ടുകൊടുത്ത ആമിന ബീവി ചെയ്ത തെറ്റെന്താ എന്നാണ്? എന്താ ആമിന ബീവി ചെയ്ത തെറ്റ്? പറ ആമിന ബീവി ചെയ്ത തെറ്റെന്താണടാ? AD 576 മരിച്ചുപോയി. ഓ, ഭയങ്കര തെറ്റന്നെ. കയറിട്ട് മുണ്ടിട്ട് തൂങ്ങ ചെയ്ത്. നമുക്ക് ചെറുക്കത്ര വലിപ്പുണ്ടല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടുന്നത് 610 അമുക്കുകൾ പറയാ. അതുകൊണ്ട് ആമിന ബീവി സ്വർഗത്തിലാവൂല. ആമിന ബീവി എന്തേ ചെയ്ത്? മക്കയിൽ നിന്ന് കയറ് വാങ്ങിക്കൊണ്ടുവന്ന് തൂങ്ങി എന്ന് 576. അതാ എൻ്റെ വലിപ്പണ്ടത്ര വലിപ്പുണ്ടല്ലടാ. ആമിന ബീവി തൂങ്ങി മരിച്ചല്ലോ. അള്ളാഹു ആമിന ബീവിയെ മരിപ്പിച്ചല്ലേ. ഈ കുട്ടിൻ്റെ ഷഹാദത്ത് കലിമ കേൾക്കേണ്ട ആവശ്യം ആർക്കില്ല. ആമിന ബീവി എന്നെ ഒരു ഷഹാദത്ത് കലിമയാണ്. ആമിന ബീവി എന്നെ ഷഹാദത്ത് കലിമയാണ്. ആമിന ബീവിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിമുളച്ചാണോ ഷഹാദത്ത് കലിമ? ജാഹിലേ, മനസ്സിലായില്ലേ? ചിന്തിക്കണം. അവരെ നിസ്സാരപ്പെടുത്തുന്ന നീ ഉണ്ടാവില്ല. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇത് പറഞ്ഞത് പറയാൻ വേണ്ടിയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ ഇദാ കഴിയാനായി ഒരു 4 സാധുക്കളെ വിളിച്ചിട്ടെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു മദ്ഹും മൗലിദും ഓദിക്കാതെ കഴിഞ്ഞു പോയ സുന്നികളെ ഞങ്ങൾ എന്ത് സുന്നിയടാ?
ഒരു നാലുള്ള ചോറ് ഒരു മനുഷ്യന് കൊടുത്തിട്ട് അള്ളാന്റെ ഹബീബിനെ പറ്റി بل وأشرف منه يا سيدي خير النبي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي الشفيع الأبطاحي والحبيب العربي. ആമിന ബീവി ഒരു പരീക്ഷണമാണ്. ആമിന ബീവിയെ വായിച്ചെടുക്കാൻ കഴിയാത്ത നശിച്ചു. സുന്നികൾ മാത്രം ആമിനാന്ന് കേൾക്കുമ്പോൾ അതിന് എന്ത് പറയും? അതാണ് പഴയ സുന്നികൾ. ഇന്നിപ്പോൾ നമുക്ക് ഡൗട്ടാ അങ്ങനെ പറയണോ പറയണ്ടേ? മൗലൂദ് തന്നെ ഓതാത്ത മൂല്യന്മാരുണ്ട്. വലിയൊരു മുദ്രിസ് കോഴിക്കോട് ജില്ലയിലെ ഇന്നും ദർസ് നടത്തുന്ന വലിയൊരു മുദ്രിസിന് ആ ഈ റഫീഖിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 15 കൊല്ലം മുമ്പ് മൗലിദ് ഒന്നാമത്തെ ഹദീസ് ഓതി ഞാൻ. പിന്നെ എൻ്റെ ഇഷ്ടം മൗലിദ് മുഴുവൻ ഓതല, ഒറ്റ കോതല. പിന്നെ ഞാൻ അടുത്തിരിക്കുന്നവർ ഓനൊരു അഹങ്കാരിയെന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് അടുത്ത ആൾക്കൊന്ന് കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ തൊട്ടടുത്ത ആ മഹല്ലിൽ മുദരിസായി നടക്കുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക് ഇതട് കൊടുത്ത് അപ്പം അയാൾ എന്നോടാണ് ഞാൻ മൗലിദോതല്ല, ഒപ്പളും ഇവിടെ ജീവിച്ചിരിക്കും, ഒപ്പളും മുദരിസാണ് കോഴിക്കോട് ജില്ലയിൽ. നീ സമസ്ത ചോദിക്കട്ടെ ആരാണ് ആള്? അപ്പം പറഞ്ഞു കൊടുക്കുക ചെവിയിൽ, സമസ്തൻ്റെ ചെവി പറയാം, സാക്ഷിയും പറയാം, സാക്ഷി ഉണ്ടാവും. ഞാൻ അന്നെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് സലീം റഫീഖിനോട് പറഞ്ഞു ഈ ജാതി ആളുകൾ കൂടുന്നോടത്ത് മേലെ എന്നെ വിളിക്കരുത്. അത് കഴിഞ്ഞു 10-14 പിന്നെ റഫീഖിനെ വിളിച്ചിട്ടില്ല. എന്തിനാണ് ചങ്ങായി ഈ ജാതി സ്ഥലത്തേക്ക് എന്നെ വിളിക്കരുത്? മുദരീസാണ്, സുന്നിയുടെ പേരിൽ അറിയപ്പെടുന്ന ആളാണ്. തങ്ങന്മാരും മൂല്യന്മാരും ഒക്കെ അയാളെ വിരുന്നിന് പോകാനുള്ളതുമാണ്. തങ്ങന്മാരും മൂല്യന്മാരൊക്കെ അയാളെ വിരുന്നിൽ ഇപ്പോഴും പങ്കെടുക്കലുണ്ട്. പേര് പറയില്ല. ഇന്നാൾ ജീവിച്ചിരിപ്പുണ്ട് കോഴിക്കോട് ജില്ലയിൽ മുദരീസുമാണ്. ഞാൻ മൗലിദോതല്ല. പിന്നെ എന്തിനാ ചെന്ന് വന്ന് മുണുങ്ങാനോ? ഇത് കഴിഞ്ഞിട്ട് മുണുങ്ങലുണ്ട്. പിന്നെ എന്തിനാ ഞങ്ങൾ ഇതിന് വന്ന് ചെന്തിന് പിന്നത്തിന് വന്ന്? അല്ലാഹു മഷ്ഹദ്, അല്ലാഹു സാക്ഷിയാണ് ഈ പറഞ്ഞതിന്. നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. കൂടുതൽ വർത്തമാനം പറയുന്നില്ല, കൂടുതലില്ല, ആരും മഷളാക്കിയാലും രക്ഷയില്ല. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ചിന്തിക്ക് പടച്ച തമ്പുരാൻ തുറന്നു കൊടുത്തവന് മാത്രമേ കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടൂല. പടച്ചവൻ തുറക്കണം, അല്ലാഹു തുറക്കണം. തുറക്കുന്നവനാരാണ്? ഏറ്റവും വലിയ തുറക്കൽ മുത്തുനബിയിലേക്കാണ്. മുത്തുനബിയിലേക്ക് തുറക്കാതെ ആരിലേക്ക് തുറക്കൂല? അള്ളാഹുവിലേക്ക് തുറക്കൂലടാ. മുത്തുനബി പറഞ്ഞത് കേൾക്കാതെ അള്ളാഹു അഹദ് ഔലടാ. അതാണ് എന്തിൻ്റെ അർത്ഥം? ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എടാ, ആ മണ്ണിന് ഈ ഷറഫുണ്ടെങ്കിൽ ആ പള്ളക്ക് എത്ര ഷറഫുണ്ടാവും? അപ്പം ആ പള്ള വഹിച്ച ഉമ്മക്ക് എത്ര ഷറഫുണ്ടാവും? എടാ, ഈശേ 10,000 കൊല്ലത്തെ നിസ്കാരത്തിനേക്കാൾ വലുത് ആ ഉമ്മ ചവിട്ടിയ മണ്ണ് സുജൂദ് ചെയ്യലാണ്. ആ ഉമ്മക്ക് പകരം ഒരാളില്ല, എനിക്ക് വിശ്വാസമില്ല. അള്ളാഹു ഒരു ദർജയേറ്റി കൊടുക്കട്ടെ. ബാക്കി അടുത്ത ഞായറാഴ്ച പറയും ഇൻഷാ അല്ലാഹ്. റബീഉൽ മുഹമ്മദിയ എന്ന ക്ലാസ് ഞാൻ പറയുമെന്ന് പറഞ്ഞിരുന്നു. അതിലൊരു ക്ലാസ്സാണിത്.